എല്ലാവർക്കും നമസ്കാരം. ഒട്ടകം ഗ്രാമീണ വായനശാല വനിതാ വേദി അമ്പിളി കലാസമിതി സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന വനിതാ ദിന ആഘോഷങ്ങൾ നമ്മൾ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം താഴെ നന്ദേട്ടൻ ചിത്രം വരച്ചുകൊണ്ട് ചെയ്തു. നമ്മളതൊക്കെ കണ്ടു. പൊതുവെ ഈ വനിതാ ദിനാഘോഷം എന്ന് പറയുമ്പോഴേ അത് ഒരു ദിവസം ഈ ആഘോഷം നടത്തുന്നതോട് ഞാൻ അത്ര എന്താ പറയാ താല്പര്യമുള്ള ഒരാളല്ല. പ്രത്യേകിച്ച് അതൊരു ട്രാപ്പാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് ഉണ്ടായ ഒരു അനുഭവം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി പേഴ്സണലി കുറച്ചുപേരെ വിളിച്ചിരുന്നു. അപ്പൊ എന്റെ ഒരു സുഹൃത്തിനെ ഞാനിങ്ങനെ വിളിച്ച കൂട്ടത്തില് ആൾ ചിത്രങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളതാണ്. ഹൗസ് വൈഫാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു എപ്പോഴാണ് പരിപാടി ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ന് വൈകുന്നേരം 4 ഞാൻ എന്തായാലും വരാമോ. അപ്പൊ ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് എന്താ പറയുക, എന്തായാലും വാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഫാമിലിയില് ആരുടെയോ ഒരു വീടിന്റെ അവിടെ ഒരു പൂരണ്ട്, അതിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് എക്സ്ക്യൂസ് പറയുമെന്ന് അറിയാണ്ട് ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഇത് പറഞ്ഞിട്ട് എന്തായാലും വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തോ ഒരു ഉടക്കിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പൊ ഇത്തിരി എഴുതിയിൽ എണ്ണൊഴിക്കണ പോലെ പറയുകയും ചെയ്തു, എന്തായാലും ഈ വായു എന്നൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിക്ക് എനിക്കൊരു വീണ്ടും കോള് വന്നു. ഇത് ഞാൻ ചിലപ്പോഴേ വരുള്ളൂ കേട്ടാവുന്നു. അപ്പൊ ഞാൻ എന്തേ ചോദിച്ചു, ഇന്ന് രാവിലെ മൂപ്പര് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്, ഹാപ്പി വുമൻസ് ഡേ ഫോർ ദ വുമൻ ഹൂ ഈസ് ബിഹൈൻഡ് മൈ സക്സസ് എന്ന്. ഇങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോ പിന്നെ ഞാൻ എങ്ങനെയും മിണ്ടാണ്ട് വിചാരിച്ചിട്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പാണ്. നമുക്ക് ചില സിമ്പതി, ചില ടാഗ് ഒക്കെ തന്ന് എന്താ പറയാ നമ്മളതിനെ ഇങ്ങനെ ഹൈറ്റ്സിൽ കൊണ്ടുവച്ച് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഹാലുസിനേഷൻ ഉണ്ടാക്കുന്ന ഒരു ട്രാപ്പായിട്ട് മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിലൊന്നും പെടാതിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇന്നിവിടെ നടക്കുന്നത് ചിത്രയുടെ ചിത്രപ്രദർശനമാണ്. ചിത്രയെ നമുക്ക് എല്ലാവർക്കും അറിയാം, വട്ടംകുളത്തുകാരിയാണ്, അനീഷേട്ടന്റെ വൈഫാണ്. ചിത്ര ഞാന് പേഴ്സണലി അറിയുന്നത് ഇപ്പോഴാണ് കേട്ടോ. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി സംസാരിക്കാൻ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ഞാൻ ഇതുവരെ ഒരു എന്താ പറയാ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഹായ് പറഞ്ഞ് ചിരിക്കുന്ന അത്ര ഒരു ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾ വളരെ കൂട്ടാണ്. അപ്പൊ ഞാൻ വലിയ ആർട്ട് ക്രിട്ടിക്കൊന്നുമല്ല, എന്നാലും ചിത്രയുടെ ചിത്രങ്ങൾക്ക് ചിത്രയുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ട്. അത് പലപ്പോഴും പല ആർട്ടിന്റെ മേഖലകളിലും സ്ത്രീകൾക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം ആഘോഷിക്കാൻ ചിത്രയുടെ ചിത്രപ്രദർശനം തന്നെ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ശ്രീ നന്ദൻ തോട്ടുപുറം നന്ദേട്ടനാണ്. നന്ദേട്ടനും ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ നല്ലൊരു കലാകാരന്റെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ്. എല്ലാവർക്കും വായനശാലയുടെയും വനിതാ വേദിയുടെയും അമ്പിളി കലാസമിതിയുടെയും ചിത്രയുടെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ചിത്രയുടെ കുറച്ച് ഫ്രണ്ട്സ് കുറെ ദൂരെ നിന്ന് വന്നിരുന്നു. അവർക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട്, ഇത്രയും ദൂരത്തേക്ക് അങ്ങോട്ട് എത്തേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് അവർ വേഗം പോയി. എന്നാലും അവരിവിടെ വന്ന് അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി ആശംസയൊക്കെ അറിയിച്ചിട്ടാണ് പോയത്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു കലാകാരിയെ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യണത് കാണുമ്പോൾ വനിതാ ദിനം ശരിക്കും എന്താ പറയാ ഒരു കംപ്ലീറ്റ് ആവുന്ന ഒരു മൊമെന്റ് കൂടിയാണത്. ഒരുപാട് സന്തോഷം. ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു, സ്വാഗതം പറയുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉഷ ചേച്ചിയെ ക്ഷണിക്കുന്നു. പിന്നെ സത്യത്തിലേക്ക് ഇവിടെ ഒരു 15 കൊല്ലമായിരുന്നു ഞാൻ ഈ വായനശാലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അരവിന്ദ പോസ്റ്റേഴ്സിലുള്ള കാലത്ത് ഞാൻ വായനശാലയിൽ വനിതാ വേദിയിലുണ്ട്. ഞാനും 5 പാട്ടിലുണ്ട്. 5 സ്വാഗതം പറയുമ്പോൾ ഞാൻ അധ്യക്ഷനാവും, അല്ലെങ്കിൽ ഞാൻ സ്വാഗതം പറയുമ്പോൾ 5 അധ്യക്ഷനാവും. ഇത്ര കാലമായിട്ട് 3ാമതൊരാളെ വിളിക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. അതാണ് ഞങ്ങളുടെ ഏകദേശം വനിതാ ദിന ആഘോഷം, വനിത അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏകദേശം അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്നതല്ലേ, ഇവിടെ വന്നിരിക്കുന്ന പുരുഷന്മാർ ആരും അവരുടെ ഭാര്യമാരോ മക്കളൊന്നും ഇവിടെ കൊണ്ടുവന്നില്ല. ഇന്ന് വനിതാ ദിനാണ്. അല്ല, അരവിന്ദം മാത്രമേ വ്യത്യാസമുള്ളൂ. അത് പിന്നെ അരവിന്ദം കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് പോലും. അതെ, അല്ല ഇന്നത്തെ ഒരു ദിവസം പോലും ഇല്ല. അത് തന്നെയാണ് കാരണം. ഇപ്പൊ നമ്മള് എന്താ പറയാ, അതിപ്പോ നമ്മുടെ 50ാമത്തെ അല്ലേ ആഘോഷിക്കണത്. അല്ല കലാസമിതി 50, ഈ വനിതാ ദിനാഘോഷത്തിന്റെ 50ാം വർഷമാണ്. 1975 അഖിലക്ഷസഭ ആദ്യമായിട്ട് ആഘോഷിച്ചത്. അപ്പൊ 50 വർഷമായി. 50 വർഷം കൊണ്ട് എന്താ ചെയ്തത് ചോദിച്ചപ്പോ നമുക്ക് 4 ദിവസം മുമ്പ് നമുക്ക് അനുഭവം ഉണ്ടായി. 4 വരുന്ന 2 പെൺകുട്ടികളെ അല്ലേ, 4 ദിവസം ആയില്ല, 2 ദിവസമായിരുന്നു. ആ കുട്ടികൾ നാട് വിട്ടു പോകാനുള്ള കാരണം ചോദിച്ചപ്പോ അതിന് ഒരു കുട്ടി പറഞ്ഞൊരു ഉത്തരം, മുടി മുറിക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനും വീട്ടുകാരെ സമ്മതിച്ചില്ല.
എന്ന് ആലോചിച്ച് നോക്കും. സ്വന്തം തലമുടി ഒന്ന് മുറിക്കാൻ പോലും അവകാശമില്ലാത്ത പെൺകുട്ടികളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത്. ഒരാൾക്കും ഒരു ഉപദ്രവമില്ലാത്തൊരു കാര്യമാണ് ഞാൻ എൻ്റെ മുടി പറിക്കുക എന്നുള്ളത്. അതിന് പോലും നമ്മുടെ കുട്ടികൾക്ക് അവകാശമില്ല, പെൺകുട്ടികൾക്ക്. അങ്ങനെയാണ് ഇപ്പോഴും എല്ലാവരും അങ്ങനെ നല്ല പറയണേ. പക്ഷെ ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതാണ് ഡ്രസ്സ് ഇടണമെങ്കിൽ. പിന്നെ ചിലവർ പറയും കല്യാണം കഴിഞ്ഞ് കിട്ടോ, കല്യാണം കഴിഞ്ഞ് എന്തായിക്കോന്ന് പറയണുണ്ട് വീട്ടുകാർ. അതെന്താ കാരണം വെച്ചാൽ ഈ അച്ഛനോട് അമ്മോടെ അല്ലെങ്കിൽ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ അച്ഛനമ്മി മാത്രം പോരാ, അച്ഛനോട് വെക്കണം, അമ്മോട് വെക്കണം, ഭർത്താവിനോട് വെക്കണം, ഭർത്താവിൻ്റെ അച്ഛനമ്മയും സമ്മതിക്കണം. അങ്ങനെ അവിടെ പെണ്ണന്മാരുണ്ടെങ്കിൽ അവരൊക്കെ സമ്മതിക്കണം. അപ്പം എനിക്കറിയാം അവരിത് ചോദിക്കാൻ പോകില്ല, കാരണം ഇവരിലൊക്കെ സമ്മതമാണ്. അപ്പം അമ്മമാരും കുട്ടികളോട് പറയാൻ തരുമോ കല്യാണം കഴിഞ്ഞാൽ എന്താ ചോദിക്കും. എല്ലാവരും പറയണത് എങ്ങനെയാണ്. അല്ല എന്താ വെച്ചാൽ നമ്മൾ ഈ വനിതാ ദിനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രസനാത്തിന് പണ്ട് പറഞ്ഞ പോലെ അതെന്താ ഒരു പ്രാപ്പന്യാണ്. കാരണം ഞങ്ങൾക്ക് തന്നെ തോന്നില്ലേ, കാരണം ആകെ കൊല്ലത്തിലെ ദിവസമാണ് ഈ കസേരയിൽ ഞങ്ങൾ കയറിയിരിക്കുക. അത് ഈ വനിതാ ദിനത്തിനാണ് ഇവിടെ വരണതാകൊണ്ടാവും. ഒരു ദിവസം അവിടെ ഇരിക്കാൻ കിട്ടുമല്ലോ വിചാരിച്ചിട്ടോ. അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ചില ട്രാഫിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ മുഴുവനും. അത് പുരുഷന്മാർക്ക് അറിയും ചെയ്യാം. അപ്പൊ കാലത്തെ 5 പേരുടെ മെസ്സേജ് പോലെ എന്തെങ്കിലും വന്നാൽ മതി എന്നറിയാം. പെണ്ണുങ്ങളെ വീടുന്ന അവർക്കും അറിയാം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ അധികം പറഞ്ഞു നീട്ടില്ല. ചിത്രനെ ഞാൻ നമ്മുടെ അമ്പിയുടെ ഉദ്ഘാടനം ഉണ്ടാക്കി. അന്നാണ് ഞാൻ സത്യത്തിൽ പരിചയപ്പെടുന്നത്. നമ്മുടെ നാടകം നടന്ന ദിവസം. അന്ന് അതുവരേക്കും അറിയാം ചിത്രനെ അറിയുമ്പോൾ പറഞ്ഞിട്ട് നേരിട്ട് പരിചയപ്പെടുന്നുണ്ടാവില്ല. പരിചയപ്പെട്ടത് അന്നാണ്. എന്തായാലും എനിക്കിഷ്ടമായി ചിത്രങ്ങൾ അത്രയേ ഉള്ളൂ. കാരണം ചിത്രങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പേരൊക്കെ ഇങ്ങനെ അറിയാമെന്നല്ലാതെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. പക്ഷെ 5 പറഞ്ഞ പോലെ കാണാൻ രസമുണ്ട്. കാണുമ്പോൾ നമുക്കതൊരു ഇഷ്ടം തോന്നി, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്കിന്ന് ചിത്രയ്ക്കൊരു ഉപകാര സമർപ്പണമാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പ്രഭാഷണം എന്നുള്ള രീതിയൊന്നും അത് കേൾക്കണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ വിചാരിക്കുന്നുള്ളൂ. ഏതായാലും ചിത്രയുടെ ചിത്രപ്രദർശനം നമ്മളെല്ലാവരും കണ്ടു. ചിത്ര എന്നുള്ള വാക്കിന് തന്നെ ചിത്രത്തെ രമിപ്പിക്കുന്നതെന്നാണ് അർത്ഥം വരിക. മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് അത്ര ചിത്രം എന്ന് പറയുന്നത്. ഇവിടെ ചേച്ചി പറഞ്ഞ പോലെ ആ ചിത്രങ്ങൾ നമ്മളെ അഞ്ചുമൊക്കെ പറഞ്ഞ പോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ ചിത്രയുടെ ചിത്രങ്ങൾ ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ചിത്രങ്ങൾ അതിലുണ്ട്. കാരണം ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളുണ്ട്, പോർട്രേറ്റ് ചിത്രങ്ങളുണ്ട്, ക്രിയേറ്റീവ് ചിത്രങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു വരിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരം ചിത്രങ്ങളും വാട്ടർ കളർ, അക്രലിക് ഇങ്ങനെയുള്ള പല മീഡിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരച്ചിട്ടുള്ളത്. ചിത്രനെ ഈ അടുത്താണ് അങ്ങനെ അറിയാമെങ്കിലും കൂടുതൽ എടുക്കുന്നത് ഈ അടുത്ത് ക്യാമ്പ് വഴിയൊക്കെയാണ്. അന്വേഷണമൊക്കെ നേരത്തെ അറിയാൻ പരിചയമുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ആദ്യം ഒരു സന്തോഷം പറയാനുള്ളത്, നമുക്കറിയാം അമ്പിളി കലാസമിതി ഈ അടുത്താണ് വർണ്ണമേളം എന്നുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ചിത്രകലയുമായി ബന്ധപ്പെട്ട് വർണ്ണമേളം എന്നുള്ളൊരു ഒരു ക്യാമ്പ് നടത്തിയത്. അത് കഴിഞ്ഞ് അധികം ആയിട്ടില്ല, അതിനു മുന്നേ തന്നെ അത്ര ആയിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി നടത്തുകയാണ്. അത് പറയാൻ കാരണമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോഴും ചിത്രകലയുടെ ആ ഒരു കാര്യത്ത്, ആ ഒരു രംഗത്ത് നമ്മളിപ്പോഴും എവിടെ നിൽക്കുന്നു, ചിത്രം ആസ്വദിക്കുന്നതിന്റെ കാര്യത്തിലും ചിത്രകലയുടെ കാര്യത്തിലും നമ്മൾ എവിടെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൻ പുറത്തുള്ളവരൊക്കെ എങ്ങനെയാണ് ചിത്രത്തെ കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് ചിത്രത്തെ അവരുടെ ഒരു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ശീലത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. നമുക്കറിയാം, നമുക്ക് ചിത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ തൊട്ട് മുമ്പ് കഴിഞ്ഞ തവണ അവിടെ പറഞ്ഞ പോലെ തന്നെ ചിത്രം ഒരു ശീലം കൂടിയാണ്. ചിത്രം കണ്ട് ശീലിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കിപ്പോഴും കാണുന്നത് അതേപടി വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പലരും ഇപ്പോഴും ചിത്രത്തെ കണ്ട് വിലയിരുത്തുന്നത്. അതാണ് മികച്ച ചിത്രം എന്നുള്ള രീതിയിൽ പലരും കാണുന്നത്. അതിനപ്പുറത്തേക്കും ചിത്രമുണ്ട് എന്നുള്ളതും അത് ഉണ്ടാക്കുന്ന ചില മാനസികമായി നമുക്ക് ഉണ്ടാകുന്ന ചില വികാരങ്ങൾ, ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് നിറങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ രേഖകൾ കൊണ്ട് നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് നമുക്ക് ആ ശീലം കിട്ടുക നമ്മൾ ആ ഒരു ചിത്രത്തിന്റെ കണ്ടിട്ടുള്ള, ചിത്രം കാഴ്ചയുടെ ഒരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ചിത്രം കണ്ട് തന്നെ നമുക്ക് അതിന്റെ ശീലത്തേക്ക് വരേണ്ടതുണ്ട്.
നമുക്കറിയാം ചിത്രകലയുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും വാക്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോഴും വാക്കിലൂടെയാണ് നമ്മുടെ എല്ലാ കൂടുതലായിട്ടും നമ്മളെ സംസാരപ്രിയരാണ്. നമ്മളെപ്പോഴും നമ്മൾ കാലത്ത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും സംസാരം, നമുക്ക് വാക്കുകൾ, നമ്മൾ ഒരു ദിവസം എന്തൊക്കെ സംസാരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളത് എത്ര സംസാരിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ വാക്കിലൂടെയാണ് നമ്മുടെ നവോത്ഥാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അക്ഷരജ്ഞാനം എന്നാണ് പറയുക. അക്ഷരം നേടുക, അറിവ് നേടുക എന്നൊക്കെ പറഞ്ഞ വാക്കിലാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ദൃശ്യജ്ഞാനത്തെ കുറിച്ചിട്ടും ദൃശ്യഭാഷയെ കുറിച്ചും നമുക്ക് ആ രംഗത്തുള്ള ഒരു നമ്മുടെ ഒരു ശീലം നമ്മൾ കുറഞ്ഞു പോയി. തുടക്കം മുതലേ അങ്ങനെയാണ്. ഇപ്പോ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ മുമ്പ് പത്രങ്ങളിലൊക്കെ ഈ സൺഡേ സപ്ലിമെന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ചിത്രകാരനെ കുറിച്ചും ചിത്രത്തെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണാൻ കിട്ടുന്നില്ല. ഇപ്പൊ അതങ്ങനെ ഇല്ല, കൂടുതലായി കാണുന്നില്ല. പിന്നെ ചിത്രകാരന്മാരെ കുറിച്ചൊന്നും ആർക്കും പോയി ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കാര്യം നോക്കിയാൽ അറിയാം, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ചിത്രകാരന്മാരോട് അന്വേഷിക്കുക എന്നുള്ള കാര്യം, ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് കാനായി കുഞ്ഞിരാമൻ എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമ്മൾ അന്വേഷിക്കില്ല. നമ്മൾ കൂടുതലും സിനിമക്കാർക്ക് എന്താണ് അന്വേഷിക്കാനുള്ളത്, അതല്ലെങ്കിൽ സിനിമക്കാർക്ക് എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്ക് എന്താണ് അഭിപ്രായം, അത് നമ്മൾ നോക്കുള്ളൂ. കാരണം നമ്മൾ കൂടുതലും വാക്കിന്റെ മുകളിലാണ് നമ്മുടെ കൂടുതലും ശ്രദ്ധ വന്നിട്ടുള്ളത്. തമാശയായിട്ട് പറയുമ്പോൾ ഒരാള് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തോർത്തുകൊണ്ടും സോപ്പുമായി പോകുന്നത് കണ്ടാലും നമ്മൾ ചോദിക്കുക, കുളിക്കാനാവില്ല എന്നാ ചോദിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും പറഞ്ഞേ പറ്റും. അങ്ങനെ വാക്കിന്റെ മുകളിൽ ജീവിക്കുന്നവരോ. അപ്പൊ നമുക്ക് ഈ മൗനത്തിന്റെ ഭാഷ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. അത് കൂടുതലും ആ രീതിയിലുള്ള ഒരു ശീലത്തിന്റെ ഒരു കുറവ് കൂടിയാണ്. പിന്നെ ചിത്രകാരന്മാരൊക്കെ ഞാൻ കഴിഞ്ഞ ഇവിടെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞപ്പോൾ കുട്ടികളോട് പറഞ്ഞ പോലെ തന്നെ സാഹിത്യകാരന്മാരെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട്, സാഹിത്യകാരന്മാർ മുതലാളിമാരും ചിത്രകാരന്മാർ തൊഴിലാളികളുമാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു സാഹിത്യകാരൻ MT അനുസ്മരണം വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിത്രകാരന്മാരെ എവിടെയെങ്കിലും ഒരു തുണി കെട്ടിക്കൊണ്ട് എന്തെങ്കിലും കുറച്ച് ചിത്രം വരയ്ക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ മാത്രമായിട്ട് ചിത്രകാരന്മാരെ കാണുന്നു. പിന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോ സാഹിത്യകാരന്മാര് MT ഒക്കെ ഉള്ളവര് ഇവിടെ ആ ചരമദിനങ്ങൾ നമ്മൾ കൃത്യമായി നമ്മൾ അനുസ്മരണങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അച്യുതൻ കൂടല്ലൂർ പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ അടുത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. നമ്മൾ ആരും അദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല, അധികം പേരും അറിയുന്നില്ല. പിന്നെ അക്കിത്തത്തെ നമുക്ക് കൂടുതൽ അറിയാം. അക്കിത്തത്തിന്റെ അന്യനായിട്ടുള്ള അക്കിത്തം നാരായണനെ എത്ര പേർക്ക് അറിയുന്നുള്ള, ലോകപ്രശസ്ത ചിത്രകാരനായിട്ടുള്ള അക്കിത്തം നാരായണനെ എത്ര പേർക്ക് അറിയും. ഇങ്ങനെയൊക്കെ ഇത് പൊതുവെ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ വീട് നമ്മൾ വെക്കുന്നു, നമ്മൾ കോടികൾ ചെലവാക്കിക്കൊണ്ട് വീട് വെക്കും. പക്ഷെ നമുക്കൊരു ചിത്രകാരന്റെ ഒരു ചിത്രം നമുക്ക് ഒറിജിനൽ ഒരു വർക്ക് വാങ്ങിയിട്ട് വീട്ടിൽ വാങ്ങി വെക്കുക എന്നുള്ളിടത്ത് അവിടെ വലിയ നഷ്ടമാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അത് ആരും തയ്യാറാവുന്നില്ല. ആ നേരത്ത് നമ്മളിപ്പോൾ ഒരു കല്യാണം വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് അമാനവാളിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സീനറിയുടെ എന്തെങ്കിലും ഒരു ഫോട്ടോ വാങ്ങിക്കൊടുക്കുക. അത് മാറ്റി ഒരു ചിത്രം വാങ്ങിക്കുക എന്നുള്ളത് ആ ഒരു സംസ്കാരം നമ്മൾ ഇനിയെങ്കിലും ചെയ്യേണ്ടതാണ്. ഇപ്പോ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ എത്രയെന്നുള്ളത് ശരിക്കും ഒരു ചിത്രകാരനോട് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ക്യാൻവാസിന് എന്ത് വില വരുന്നു, നമ്മളിപ്പോ ഇവിടെ ക്യാമ്പിൽ നമ്മൾ ഉപയോഗിച്ച ക്യാൻവാസ് 750 രൂപ, കണക്ക് പറയുന്നത് 750 രൂപ ഒരു ക്യാൻവാസിന് വരും. ഒരൊറ്റ കളറിന് 300 രൂപ വെച്ചിട്ട് ഒരു 4-5 കളറ് ഇത് വരച്ചു കഴിഞ്ഞാൽ അത് ഫ്രെയിം ചെയ്യുക, ഇതെല്ലാം കൂടി കഴിയുമ്പോൾ ഒരു 3000 രൂപയോളം ഒരു ചിത്രകാരന് ചിത്രം വരയ്ക്കാൻ തന്നെ ആവശ്യം വരും. എങ്ങനെ ഒരു സാധാരണ ആർട്ടിസ്റ്റിന് ജീവിക്കാൻ പറ്റും ചിത്രം വരച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കവിയെ സംബന്ധിച്ച് ഒരു പേപ്പറിൽ ഒരു കവിത എഴുതിയിട്ട് ആ കവിത നമുക്ക് ഒരു 5 രൂപയുടെ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് അയച്ചാൽ നമുക്ക് അത് പ്രസിദ്ധീകരിച്ച് വന്ന് അതിന്റെ പുസ്തകങ്ങളാക്കി ഒരു 10-25 കവിതയെ പുസ്തകം ഇറക്കി നമുക്ക് അതിന്റെ പ്രിന്റിംഗായിട്ട് ഇങ്ങനെ പക്ഷെ ഒരു ചിത്രകാരന് ഇങ്ങനെ സാധിക്കും. അത്ര പോലും വേണ്ട, ഒരു മെയിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. ചിത്രകാരന് ഇങ്ങനെ പറ്റില്ല. ചിത്രകാരന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റ് കാര്യങ്ങൾ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചിത്രകലാ രംഗത്തുള്ള സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത്, ഞാനിപ്പോ ഈ ചരിത്രത്തിൽ കൂടുതലായിട്ടും സ്ത്രീകളുടെ പേരുകൾ അത്ര കൂടുതലായിട്ട് നമ്മൾ കണ്ടെന്ന് വരില്ല. കാരണം ചരിത്രം എപ്പോഴും നിർമ്മിക്കുകയാണല്ലോ. അപ്പൊ അതില് കൂടുതലായും മാസ്റ്റേഴ്സിന്റെ ചിത്രങ്ങളിലൊക്കെ ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള പഴയ
ചിത്രകാരന്മാരുടെ പേരാണ് കൂടുതലായിട്ടും, പ്രത്യേകിച്ചും റിനൈസൻസ് കാലഘട്ടങ്ങളിലൊന്നും അത് അത്ര കണ്ടെന്ന് വരില്ല. പിന്നെ കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇംപ്രഷനിസം പോലുള്ള പ്രസ്ഥാനത്തിലൊക്കെയാണ് ചിത്രകാരികളൊക്കെ കുറച്ച് വരുന്നുള്ളൂ. അപ്പൊ ഏത് രീതിയിലാണെന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പുരുഷ കേന്ദ്രീകൃത, ഇവിടെ സംസാരിച്ച പോലെ തന്നെ ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കലാരംഗത്തും ചിത്രകലാരംഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഭാരതത്തില് ചിത്രകലയുടെ ഒരു ചരിത്രത്തിൽ നോക്കുമ്പോൾ മുഗൾ കാലഘട്ടത്തിലൊക്കെ ചിത്രരചനാ രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് അവരൊന്നും പേരെഴുതി വെക്കാറില്ല ചിത്രത്തിന്റെ അടിയിൽ. എന്നാൽ തന്നെ ഈ അക്ബർ നാമ എന്നുള്ള പോലുള്ള ചിത്രങ്ങളിലൊക്കെ സ്ത്രീകൾ, റസിയ ബീഗം പോലുള്ള ചിത്രകാരികൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പിന്നീട് ചിത്രകലയുടെ സ്ത്രീ സാന്നിധ്യം വരുന്നത് രവിവർമ്മയുടെ കാലത്ത്. രവിവർമ്മയുടെ സഹോദരി മംഗളാബായി തമ്പുരാട്ടി ഒരു ചിത്രകാരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രകാരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് രവിവർമ്മയുടെ വരവോട് കൂടിയിട്ട്, രവിവർമ്മയുടെ ഈ ഒരു പ്രതിഭ ഉള്ളത് കൊണ്ട് തന്നെ, രവിവർമ്മയുടെ പ്രതിഭ ഒരു പ്രശസ്തിയുടെ മുന്നിൽ ഈ ചിത്രകാരി അങ്ങനെ നിഷ്പ്രഭമായി പോവുകയാണ്. ചില കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ട് വരുന്നില്ല അവരുടെ ചിത്രത്തെ കുറിച്ച്. പക്ഷെ അങ്ങനെ ഒരു ചിത്രകാരി ഉണ്ടായിരുന്നു. രവിവർമ്മയ്ക്ക് ഞാനിപ്പോ ഈ ഒരു വിഷയത്തെ മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നില്ല. അപ്പൊ രവിവർമ്മയുടെ ഒരു കാലഘട്ടത്തില് അവിടെ നമുക്ക് എപ്പോഴും നമ്മൾ പലപ്പോഴും രവിവർമ്മയെ രവിവർമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്രത്തോളം പ്രശസ്തനായുള്ള ഒരു ചിത്രകാരനായിരുന്നു. പിന്നീട് ഈ ബ്രിട്ടീഷ് ശൈലി, ബ്രിട്ടീഷ് ഓയിൽ പെയിന്റ് പോലുള്ള മാധ്യമം ഉപയോഗിച്ചുകൊണ്ടും പിന്നീട് അതില് ബ്രിട്ടീഷ് സ്റ്റൈല്, ആ ഒരു ബ്രിട്ടീഷ് നാച്ചുറലിസം എന്നുള്ള സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് വന്നുകൊണ്ടും അത് ഈ ഭാരതത്തിന്റെ എതിരായിട്ടുള്ള, അതായത് സ്വദേശത്തിനെതിരായിട്ടുള്ള ഒരു വിദേശ ശൈലി ആയതുകൊണ്ട് തന്നെ രവിവർമ്മയ്ക്ക് പലപ്പോഴും ഒരു വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ആ കാലത്ത് ചിത്രകാരികൾ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇങ്ങനെ മംഗളാബായി തമ്പുരാട്ടിയെ പോലുള്ള, ഉമാബായി തമ്പുരാട്ടി പോലുള്ള ചിത്രകാരൻ അവരാണ് അതില് വന്നിട്ടുള്ളത്. പൊതുവെ ആ കാലഘട്ടത്തിൽ എഴുത്തിലായാലും നമുക്കറിയാം, എഴുത്തിലും എല്ലാ തരത്തിലുള്ള രംഗത്തും സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുന്നത് ഒരു മോശം പ്രവണതയായിട്ട് കണ്ടെത്തുന്ന ഒരു സമയം കൂടി ആയിരുന്നു. അത്ര ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോ കവയത്രിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ മേരി ജോൺ കൂത്താട്ടോളം പറഞ്ഞിട്ടൊരു കവയത്രിയുണ്ട്. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി അവരെ ഡോക്ടർ പൽപ്പുമാണ് സംരക്ഷിച്ചിട്ട് പിന്നെ ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അവര് സ്വന്തമായി കവിത എഴുതിയതൊക്കെ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പൊതുവെ പറഞ്ഞു വരുന്നത് സ്ത്രീകൾക്ക് ഈ രംഗത്ത് പൊതുവെ അവരൊക്കെ അവരവരുടെ എന്താ പറയാ, അവർക്ക് സ്വതന്ത്രമായി നിലനിൽക്കാനുള്ള ഒരു സാഹചര്യത്തിന്റെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നീട് വരുന്നത് ഈ മധുബാനി ആർട്ട് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയുണ്ട്. മധുബാനി ആർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കലങ്കാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗൃഹ കേന്ദ്രീകൃതമായിട്ട് വീട്ടിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതൊരു ആചാരത്തിന്റെ ഭാഗമായി വീട്ടിൽ വരയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ചിത്രകലയുടെ രംഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതില് തന്നെ അവര് വീട്ടിലിരുന്ന ഒരു കല എന്നുള്ളതിനപ്പുറം ഒരു ക്രാഫ്റ്റ് വർക്ക് പോലെ സ്ഥിരമായിട്ട് നമ്മളെ ഈ കോലം എഴുതുന്ന പോലെയൊക്കെ വരയ്ക്കുന്ന ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ചിത്രകാരികളുടെ പേരുകൾ നമ്മളങ്ങനെ പുറത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ തന്നെ ഗംഗാദേവി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റിനെ ആണ് പിന്നെ അതന്നെ അവരെ പുറത്തറിയാനുള്ളൊരു കാരണം അവരുടെ ഹസ്ബൻഡ് ജപ്പാൻകാരനായതുകൊണ്ട് തന്നെയാണ് അവര് പുറത്തൊക്കെ അമേരിക്കയിലൊക്കെ ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുകയും അവരങ്ങനെ ആ രീതിയിൽ പേര് കേട്ട് അവർക്ക് പത്മശ്രീ ഒക്കെ കൊടുക്കുകയൊക്കെ ഉണ്ടായി. ആ രീതിയിലാണ് ഒരു ചിത്രകാരിയായിട്ട് അങ്ങനെ അറിയപ്പെടുന്നത്. പിന്നീട് ഈ വരുന്ന ഒരു പ്രത്യേക ഘട്ടത്തില് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു ചിത്രകാരി ഉള്ളത് അമൃത ഷർഗൽ എന്നുള്ള ചിത്രകാരിയാണ് വരുന്നത്. അമൃത ഷർഗലിന്റെ ഒരു പ്രത്യേകത, നമ്മള് ടി.കെ. പത്മിനിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അമൃത ഷർഗിള് അവരുടെ ഒരു പ്രത്യേകത ഉണ്ടായത്, അവരുടെ അമ്മയുടെ അവർ ജനിച്ചത് ഹംഗറിയിലായിരുന്നെങ്കിലും അവര് ഇന്ത്യയിലാണ്. പിന്നെ ചെറുപ്പം മുതൽ പിന്നെ ഇന്ത്യയിലായിരുന്നു. അച്ഛൻ ഇന്ത്യക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവര് പാരീസിൽ പോയിട്ട് ചിത്രകല അഭ്യസിച്ചുകൊണ്ട് അവിടുത്തെ അവിടുത്തെ ശൈലികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വദേശി വിദേശി തരത്തിലുള്ള രണ്ടും കൂടി ചേർന്ന തരത്തിലുള്ള ചിത്രങ്ങളിലേക്ക് അവരുടെ ചിത്രങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അമൃത ഷർഗിലുള്ള ചിത്രത്തിന്റെ പ്രത്യേകത, അവര് ഒരുപാട് ധനികരായിരുന്നെങ്കിലും അവര് ഗ്രാമീണമായിട്ടുള്ള ഗ്രാമീണരുടെ
വിശപ്പും അല്ലെങ്കിൽ അവരുടെ ദൈന്യതകളും മാത്രം വിഷമങ്ങളെ കൂടുതൽ കണ്ടുകൊണ്ട് ഈ ആടയാഭരണങ്ങളുടെ ഒരു ധാരാളിത്തം ഇല്ലാത്ത ചിത്രങ്ങൾ കൂടുതൽ അവരുടെ അവരുടെ വിഷമങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പെയിന്റിങ്ങുകളായിരുന്നു അമൃത ഷർമിള വരച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇത് കഥ പോലെ പറഞ്ഞു പോകാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ചിത്രങ്ങള് ഇവിടെ കാണിച്ചുകൊണ്ട് പറയുമ്പോഴാണ് അത് കൃത്യമായി മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ചും ഇപ്പോ ഗോഗിൻ എന്നുള്ള ഒരു ചിത്രകാരനൊക്കെ ഉണ്ട്, ഒരു വിദേശ ചിത്രകാരൻ. ഈ ഗോഗിന്റെ സ്റ്റൈലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഈ അമൃത ഷർമിളയുടെ ചിത്രങ്ങളിലൊക്കെ. അതിന്റെ ഒരു സ്വാധീനം ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ചിത്രങ്ങള് കണ്ടുകൊണ്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ. അമൃത ഷർമിളയുടെ വധുവിനെ അണിയിച്ചൊരുക്കൽ, രണ്ട് പെൺകുട്ടികൾ, അങ്ങനെ ബ്രഹ്മചാരികൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പെയിന്റിങ്ങുകളുണ്ട്. അവരും ഈ പറഞ്ഞ പോലെ നമ്മുടെ പത്മിനിയുടെ കാര്യം പറഞ്ഞ പോലെ, ടി കെ പത്മിനിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവര് വളരെ ചെറുപ്പത്തിൽ തന്നെ 29-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് വിദേശ ചിത്രത്തില് നേരത്തെ ഫിഡൽ കഹലോ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അവര് നമുക്കറിയുന്ന മെക്സിക്കൻ ആർട്ടിസ്റ്റ് ആണ്. അവരുടെ ചിത്രങ്ങളുടെ പ്രത്യേകത പറഞ്ഞാൽ അവരുടെ ഒരു വളരെ ദുരന്തമുള്ള ഒരു ജീവിതമായിരുന്നു. അവർക്ക് ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് അവർക്ക് നടക്കാൻ പ്രയാസമുള്ള ഒരാളായിരുന്നു. അവർ സ്ത്രീ ആയിരുന്നു. അവർക്ക് പിന്നീട് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും നട്ടലിനെ ബാധിക്കുകയും ചെയ്തിട്ട് അവർ പൂർണ്ണമായി കിടപ്പിലാവുമ്പോഴും അവരുടെ വേദനകൾ അവര് ചിത്രങ്ങളിൽ കൃത്യമായിട്ട് വരയ്ക്കുകയും അവരെ തന്നെ സെൽഫ് പോർട്രേറ്റ് ആയിട്ട് അവർ വരച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം വേദനകളെ എങ്ങനെ ക്യാൻവാസിൽ ആവിഷ്കരിക്കാം എന്നുള്ള ചിത്രങ്ങൾ ആ രീതിയിൽ വരച്ച ചിത്രകാരിയാണ് ഫിഡൽ കാഹ്ലോ എന്നുള്ള ചിത്രകാരി. അത് മെക്സിക്കൻ ചിത്രകാരിയാട്ടോ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. മെക്സിക്കൻ ചിത്രകാരിയാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പിന്നുള്ളൊരു പ്രത്യേകത, പിന്നെ കാണുന്ന ചിത്രകാരികള് പിന്നെ നമുക്ക് വരുന്നത് 1960-കളോട് കൂടിയിട്ട് നമുക്ക് KCS പണിക്കർ, ഇവിടെ ചോളമണ്ഡലത്തില് KCS പണിക്കരുടെ നേതൃത്വത്തിലുള്ള ആധുനികത ചിത്രകല വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള TK പത്മിനിയുടെ വരവ് വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ചിത്രങ്ങൾ നമ്മൾ നാളെ സിനിമ കണ്ടതായിരിക്കും, അതിലെ അവരുടെ ചിത്രങ്ങളുടെ പ്രത്യേകതകളാണ്. ഒരു ആ കാലത്തും ഈ നഗ്ന രൂപങ്ങളൊക്കെ വരയ്ക്കുക എന്നൊക്കെ പറയുന്നത്, അത് ആ കാലത്ത് മദ്രാസിൽ പോയി ചിത്രം വരച്ചവരെ പഠിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ ആ ഒരു വിപ്ലവം, അത് തന്നെ അത്രയും വലിയ ഒരു നമുക്ക് ഇപ്പൊ പോലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, വനിതാ ദിനത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ ഉണ്ടായ നമ്മുടെ സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും അവിടെ മദ്രാസ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ച് നമ്മുടെ ഇന്ത്യൻ ചിത്രകലയിൽ അത്രയും അമൃത ഷർമിളയോടൊപ്പം തന്നെ നിൽക്കാവുന്ന തരത്തിലുള്ള അത്രയും മികച്ച ചിത്രകാരിയായിരുന്നു നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള TK പത്മിനി. നമ്മൾ ആ ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ, കാണുന്ന എറണാകുളത്ത് ദർബാർ ആർട്ട് ഗാലറിയിലുണ്ട് ചിത്രങ്ങൾ. രാമേന്ദ്ര ഭാഷ എന്നുള്ളൊരു പോസ്റ്റിൽ എഴുതിയ പോലെ അത് എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയങ്ങളുണ്ട്. നമ്മളത് കാണേണ്ടതാണ്. അതാണ് അവരുടെ ചിത്രങ്ങളില് ഈ നാടിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഈ സർപ്പക്കാവുകളും അങ്ങനെയുള്ള പല ഈ നാടിന്റെ കുറെ ബന്ധപ്പെട്ട കുറെ ചിത്രങ്ങൾ. നിറങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഒരു ഇരുണ്ട നിറങ്ങളാണ് മുഴുവനായിട്ട് ഉപയോഗിച്ചത്. രാത്രിയുടെയൊക്കെ ഒരു തോന്നൽ വരുത്തക്ക രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവസാനത്തെ ചിത്രം വരച്ചുള്ളത്, അവസാനത്തെ ചിത്രം പട്ടം പറത്തുന്ന പെൺകുട്ടി എന്നാണ് അവസാന ചിത്രം. നമ്മൾ ആ സിനിമയിൽ കണ്ടല്ലോ, അത് മരണത്തിന് തൊട്ട് മുമ്പാണ് അത് വരയ്ക്കുന്നത്. ആ ചിത്രത്തിൽ മാത്രമേ വ്യത്യാസം, നിറങ്ങളൊക്കെ കുറച്ച് നല്ല കളറുകളൊക്കെ കൂടുതൽ ചുവപ്പും മഞ്ഞയൊക്കെ ആയിട്ടുള്ള അസ്തമയത്തിന്റെ ചിത്രങ്ങളൊക്കെയാണ്, നല്ല കളറുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പക്ഷിയുടെ മരണം എന്നുള്ള രീതിയിലൊരു ചിത്രം ഉണ്ട്. അത് ഈ മാധവിക്കുട്ടിയൊക്കെ എന്റെ കഥ എന്നുള്ള ഒരു രചനയിലൊക്കെ കാണിച്ച വിപ്ലവം എത്രയോ മുമ്പ് തന്നെ ഈ ചിത്രത്തിലൂടെ പത്മിനി ആവിഷ്കരിച്ചിട്ടുണ്ട്. അവരുടെ ആ ചിത്രത്തിന് സമാനമായിട്ടാണ് ഒരു പക്ഷിയുടെ മരണം എന്നുള്ള ഒരു കഥ പോലും മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ചിത്രകാരികൾ, പിന്നെ ഒരു ചരിത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ഇവരൊക്കെ ആരൊക്കെ മുമ്പ് എഴുതി വരച്ചിട്ടുണ്ടായിരുന്നു, എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചില പഠനങ്ങളിൽ പറയുന്നത്, ഇപ്പോ വയനാട് ഇവിടെ എടക്കൽ ഗുഹയിൽ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ അത് സ്ത്രീകൾ വരച്ചതായിരിക്കാം എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം
പുരുഷന്മാരൊക്കെ വേട്ടയാടി പോകുന്ന സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത്, ആ സമയത്ത് വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ വരച്ചതായിരിക്കും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. ചിത്രങ്ങളൊക്കെ വരച്ചവരൊക്കെ ഉണ്ടായി, പലതും രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടുണ്ട്, അങ്ങനെ ആയിരിക്കാം. പിന്നീട് ചിത്രകലയുടെ കാര്യത്തിൽ വരുമ്പോൾ, ഇപ്പോൾ നിലവിലുള്ള ചിത്രകാരികളിലേക്ക് വരുമ്പോൾ പിന്നീട് കുറെ പേരുണ്ട്. സജിത ശങ്കർ എന്നുള്ള ചിത്രകാരിയുണ്ട്, അർപ്പണ കൗറുണ്ട്, അഞ്ജലി ഇളാമയം പോലുള്ള ചിത്രകാരികളുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ രാമേന്ദ്ര മാഷ് പോസ്റ്റ് ഇട്ട പോലെ ശ്രീജ പള്ളം എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മുടെ നാട്ടുകാരി തന്നെയാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ഈ തൊഴിലിടങ്ങളെ ചിത്രങ്ങളിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അവര് വരച്ചിട്ടുണ്ട്. പിന്നീട് ശില്പിയെ പറ്റി പറയുന്നുണ്ട്. ശില്പിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു പുതിയ കുട്ടി വരയ്ക്കുന്നുണ്ട്. സൂരജ് എന്നുള്ള പേരിൽ ഒരു കുട്ടി നല്ല അസലായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഇങ്ങനെയൊക്കെ ഇപ്പൊ പഴയ പോലെ അല്ല, ഇപ്പൊ കൂടുതലായിട്ടും അങ്ങനെ സ്ത്രീകൾ മാറി നിൽക്കുകയല്ല ചെയ്യുന്ന, ചിത്രകലയിലേക്ക് കൂടുതൽ എന്താ പറയാ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അവര് ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അതൊരു നല്ലൊരു മാറ്റമായിട്ട് ചിത്രകലയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ആശ്രയം നമുക്കില്ലാതെ നമുക്ക് ഈ രംഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാല്, അപ്പോൾ ഞാനത് ഒരു വേറെ രീതിയിൽ പറയല്ല, ചിത്രയ്ക്ക് പോലും അനീഷിന്റെ ഒരു ആശ്രയം ഇല്ലാതെ നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, നമുക്കത് അങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ എത്രത്തോളം നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ കവിതാ ബാലകൃഷ്ണൻ എപ്പോഴും പറയും, ബാലകൃഷ്ണൻ എന്നുള്ള അച്ഛൻ കൂടെ ഉണ്ടായതുകൊണ്ടാണ് കവിതയ്ക്ക് ഇങ്ങനെയുള്ളൊരു എത്രത്തോളം നമ്മൾ അതിനൊക്കെ മാറ്റം വന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് സ്വയം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എല്ലാ വനിതാ ദിനത്തിലും നമ്മൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വനിതാ ദിനത്തിൽ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് വരുന്നു, എത്ര വനിതകൾ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കാം. അതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിതിങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്, എത്രത്തോളം നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ചിത്രങ്ങളെ കുറിച്ച് ഇത്രയേ പറയുള്ളൂ. ചിത്രങ്ങൾ നമ്മൾ കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പഠനം എന്ന് പറഞ്ഞ ചിത്രങ്ങൾ കാണുക എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി കണ്ട് ആസ്വദിക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ചിത്രങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കുക. അടുത്തുള്ള ചിത്രകാരികളൊക്കെ ഇതുപോലെ ഇപ്പോൾ ചിത്രം പോയിട്ട് നമുക്കൊന്ന് വാങ്ങി വീട്ടിൽ വെക്കാനുള്ള ഒരു സൗകര്യം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിത്രകാരന്മാർക്കും നല്ലതാണ്. നമ്മുടെ ഈ ഒരു സംസ്കാരം, ഒരു ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കാനുള്ളതിൻ്റെ ഒരു ശീലവും നമുക്ക് വരും. അപ്പോൾ ആ രീതിയിലൊക്കെ വരാനും ഉള്ള വേദി ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. സന്തോഷം. ചിത്രം കണ്ടതിലും ചിത്രയ്ക്ക് അഭിനന്ദനം. ഇതൊരു ഈ സാക്ഷരതാ കാലത്ത് നമ്മൾ അക്ഷരങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. ഞങ്ങളൊക്കെ സ്റ്റുഡൻസാണ്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും പോയിട്ട് ഞങ്ങൾ അക്ഷരങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു കാലമുണ്ട്. അതുപോലെ ചിത്ര സാക്ഷരത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അരവിന്ദൻ പറഞ്ഞതുപോലെ അത് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു സാക്ഷരതയാണ്. ചിത്രങ്ങൾ എവിടെയാണ് ചിത്രം വരച്ചാൽ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കും. അത് കാണണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണണമെങ്കിൽ ഇങ്ങനെ ഒരു വേദി ഉണ്ടെങ്കിലേ നമ്മളത് വന്ന് കാണണം. അപ്പൊ അതിനൊരു സന്ദർഭമാണ് ഉണ്ടായത്. ഏറ്റവും എനിക്ക് തോന്നുന്നത് സ്കൂളുകളിലൊക്കെ അവരുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അരവിന്ദൻ ഇപ്പോൾ അധ്യാപകനാണ്, അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ ഒരു മുതിർന്ന ആളുകൾ ചിത്രകാരി അല്ലെങ്കിൽ അത് തൻ്റെ ആത്മാവിഷ്കാരത്തിന്റെ ഒരു മാധ്യമമായിട്ട് തെരഞ്ഞെടുത്തുള്ള ഒരു ചിത്രകാരിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത്, അത് കാണുക എന്നുള്ളത് ഈ ചിത്ര സാക്ഷരതയിലേക്ക് ഒരു സമൂഹം നീങ്ങുന്നതിന്റെ ആദ്യപടിയാണെന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു മുൻകൈ എടുത്തതിലുള്ള സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പങ്കിടാനുള്ളത്. പിന്നെ രണ്ടാമത്, അരവിന്ദൻ ഒരു പ്രാക്ടീസിങ് ആർട്ടിസ്റ്റാണ്. ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അരവിന്ദന്റെ വരകളും ഇല്ലസ്ട്രേഷൻസും അതുപോലെ വരികളും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളുമാണ് അത്. അതില് ഒന്ന് ചിത്രകാരന്റെ ജീവിതം എന്ന് പറയുന്ന സംഭവം അത് വളരെ സങ്കീർണമാണ്. എങ്ങനെയാണ് ഒരു ചിത്രകാരൻ ഇപ്പം ഒരുപാട് ചെലവഴിച്ചിട്ടാണ് വരയ്ക്കുന്നത്, അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ല.
അത് വാങ്ങുന്ന സംസ്കാരമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കല നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോകുന്നത്? അത് വലിയൊരു പ്രശ്നമാണ്. അതിലേക്കും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും പറയുന്നില്ല. പിന്നെ ഈ ചിത്രകാരികളുടെ ഒരു അവസ്ഥ ശരിക്കും വേണ്ടത്, ഈ ചിത്രയുടെ ചിത്രങ്ങൾ ഒരു ദിവസം പ്രദർശിപ്പിച്ചിട്ട് അന്ന് നമുക്ക് വനിതാ ദിനം ആക്കി മാറ്റാണ് വേണ്ടത്. അല്ല, വനിതാ ദിനത്തിൽ അന്ന് ചിത്രങ്ങൾ കാണിക്കുകയല്ല. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഗാലറികളില്ല നമുക്ക്. ഇപ്പോൾ സിനിമ കാണാൻ തിയേറ്ററുകളുണ്ട്, അതുപോലെയുള്ള ഗാലറികൾ നമുക്കില്ല. അത് വലിയൊരു പരിമിതിയാണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ, ഈ 2 വർഷം കൂടുമ്പോൾ കേരളത്തിൽ കൊച്ചിയിൽ ഒരു ബിനാലെ എന്നുള്ളൊരു സംഗതി വരുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെ പല സ്ഥലത്തേക്കും പഠനയാത്ര കൊണ്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ആരും ബിനാലെ കാണിക്കാൻ, ഇങ്ങനെ വലിയൊരു എത്രയോ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഇത് കാണാൻ വേണ്ടി, അങ്ങനെയുള്ള ഒരു വലിയൊരു ചിത്രകല പരിപാടി നടക്കുന്ന സമയത്ത് അങ്ങോട്ട് നമ്മൾ കുട്ടികളെ കൊണ്ടുവരില്ല. ഇപ്പൊ നേരത്തെ അക്കിത്തത്തിന്റെ പറഞ്ഞില്ല, അക്കിത്തം വാസുദേവന്റെ ഈ കോവിഡ് കാലത്ത് അദ്ദേഹം വരച്ച 100 കണക്കിന് ചെറിയ ചെറിയ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ബിനാലയിൽ. ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ, മാത്രമല്ല കഴിഞ്ഞ ബിനാലയിൽ വന്ന ഒരുപാട് ചിത്രകാരികൾ, നമ്മുടെ ആലപ്പുഴ വെച്ച് നടന്നതിന്റെ പേര് ലോകമെത്ര അവാർഡ്. അന്ന് അതില് ഞാൻ പരിചയപ്പെട്ട ഈ ശ്രീജ പള്ളം മാത്രമല്ല, മറീൻ ജാസ്മിൻ, ശോശ, അങ്ങനെ കുറെ ചിത്രകാരികൾ മലയാളത്തിൽ നല്ല ഒന്നാന്തര ചിത്രമല്ല. ശോശയുടെ ചക്ക എന്നുള്ള ഒരു സീരീസിനുണ്ട്, ചക്കകളെ മാത്രം വരച്ചിട്ട് ഒരു മനോഹരമല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിത്രങ്ങൾ കാണാനുള്ള അവസരങ്ങൾ, ഗാലറികൾ സന്ദർശിക്കുക. കുട്ടികളെ കൊണ്ട് നമ്മൾ ഈ കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഈ വെള്ളത്തിൽ ചാടിക്കാൻ മാത്രമല്ലാതെ, പിന്നെ ഈ റൈഡുകൾ മാത്രമല്ലാതെ, ഇങ്ങനെയുള്ള ഇത് നമ്മുടെ ചിത്ര സാക്ഷരതയുടെ ഭാഗമാണ്. ഇപ്പൊ തൃശ്ശൂർ ലളിതകല അക്കാദമിയുടെ ഗാലറി ഉണ്ട്, അവിടെ എപ്പോഴും മിക്കവാറും പ്രദർശനമുണ്ട്. അല്ലെങ്കിൽ കോഴിക്കോടുണ്ട്. അപ്പൊ അത്തരം ഗാലറികളിലൊക്കെ നമുക്കൊന്ന് പോവുക, കാണുക. ചിത്രങ്ങൾ വാങ്ങാൻ എല്ലാവർക്കും കഴിയുന്നില്ല, പക്ഷെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചെയ്യാൻ കഴിയുന്ന, ഇപ്പൊ വായനശാല, കലാസമിതി തുടങ്ങിയ സ്പേസുകളിൽ ഇങ്ങനെ മുഴുവൻ എഴുത്തുകാരെ കൊണ്ട് നടക്കണമെന്നില്ല. ചിത്രങ്ങളും വെക്കാവുന്ന, ഇടയ്ക്കൊന്ന് മാറ്റി വെക്കാറോ, കുറച്ച് പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിക്കാവുന്നതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഈയിടെ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം, ചിത്രകലയുടെ കേന്ദ്രമായിട്ടുള്ള മ്യൂസിയത്തിൽ പോകാൻ ഒരു സന്ദർഭം ഉണ്ടായി. ലൂവ്ർ മ്യൂസിയം എന്ന് പറയുന്നത് പാരീസിലാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്രയോ വർഷം മുമ്പ് ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ബുക്ക് ചെയ്താലേ നമുക്ക് അതിനകത്തേക്ക് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു അറേഞ്ച്മെന്റിൽ അതിൻ്റെ അകത്ത് ഒരു ഗാലറിയിൽ മാത്രം പോകാൻ പറ്റും. ആ ഗാലറി എന്ന് പറയുന്നത് ഈ ഡാവിഞ്ചിയുടെ മൊണാലിസ ഇരിക്കുന്ന പെയിന്റിങ് ഇരിക്കുന്ന ഗാലറി. ഭയങ്കര തിരക്കാണ്. രാവിലെ തൊട്ട് ക്യൂ നിന്നിട്ടാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഞാൻ അവിടെ കണ്ട വിചിത്രമായ ഒരു കാഴ്ച, ഈ ഡാവിഞ്ചി ഈ ചിത്രം, മൊണാലിസ എന്ന് പറയുന്ന ചിത്രം ഏതാണ്ട് ഒരു ഈ ജനലിന്റെ കുറച്ചും കൂടി വലുപ്പുണ്ടാവും. അത്രയും ചെറിയ ചിത്രമാണ്. ആളുകൾ വന്നിട്ട് ഈ ചിത്രം നോക്കുക ചെയ്യുക. ഈ ചിത്രത്തിന് പിന്തിരിഞ്ഞ് നിന്നിട്ട് മൊബൈൽ എടുത്തിട്ട് ഒരു സെൽഫി എടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കാം, എത്രയോ വർഷങ്ങൾ മുമ്പ് 16-ാം നൂറ്റാണ്ടില് ഡാവിഞ്ചി വരച്ച ചിത്രമാണ്. അത് എന്തൊരു പ്രൊട്ടക്ഷൻ ആണെന്ന് പറയുമ്പോൾ, ഒരുപാട് സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. അവിടെ എത്തി ഈ ചിത്രം കുറച്ച് നേരം നിന്ന് ആസ്വദിക്കില്ല. ആൾക്കാർ വരിക, സെൽഫി എടുക്കുക. അതിന് അതായത് ഈ മൊണാലിസ കാണുന്നത് മുഴുവൻ ഈ പ്രേക്ഷകരുടെ ചന്ത്യ, അവർ പിന്തിരിഞ്ഞ് നിൽക്കുക, എന്നിട്ട് ഈ സെൽഫി എടുത്ത് പോകുന്ന ദൃശ്യങ്ങൾ. അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ചിത്രകലയോട് കേരളത്തിന് മാത്രമല്ല, പൊതുവെ ലോകത്ത് എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നും അപ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോകുന്നുണ്ട്. അങ്ങനെ സന്ദർഭത്തിൽ ഇങ്ങനെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയണം ചിത്രം കൊണ്ട്. ഇപ്പോൾ ഈ നമ്മളെ രാജൻ പെയിന്റിങ് വാങ്ങാൻ പൈസ ഇല്ലാത്ത കാലത്ത് ചാർക്കോൾ കരി മാത്രം ഉപയോഗിച്ചിട്ട് ഒരു സീരീസ് ഓഫ് പെയിന്റിങ് ദർബാർ ഹാളിൽ നടത്തിയിരുന്നു. കരിവരകൾ എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു റിവ്യൂ എഴുതിയിട്ടുണ്ട്. പൈസ ഇല്ലാത്ത ചിത്രങ്ങൾ കരി കൊണ്ട് മാത്രം വരയ്ക്കേണ്ടി വരും. അപ്പോൾ പിൽക്കാലത്ത് ഈ ഡബിൾ എൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോ വന്നതിൽ പിന്നെയാണ് ചിത്രകാരന്മാർക്ക് മാന്യമായിട്ട് പ്രതിഫലം കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് രാജനൊക്കെ പിന്നീട് ലക്ഷാധിപതി ആയിട്ട് മാറുന്നത്. അപ്പം ചിത്രങ്ങൾ വിൽക്കാൻ കഴിയും, സാഹചര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മള് ഈ ചിത്രകാരികളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ ചിത്രയ്ക്ക് വട്ടംകുളത്തുനിന്ന് പുറത്തേക്ക് പോകാൻ കഴിയും. അതാണ്. ഇല്ലെങ്കിൽ ഈ കുളത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കണം.
അപ്പൊ നമുക്ക് നമ്മുടെ വർക്കുകൾ ഒരിക്കലും നമ്മുടെ വീട്ടിലോ നാട്ടിലോ പുറത്തേക്ക് പോകുന്നത് ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഭാഷയ്ക്ക് അതീതമാണ് അതിന്റെ ഭാഷ. ഏത് ഭാഷ സംസാരിക്കുന്ന ആൾക്കും ചിത്രം ആസ്വദിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഈ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ താൻ പ്രവർത്തിക്കുന്ന മേഖലയെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും കൂടുതൽ ചിത്രങ്ങൾ കാണുകയും ചിത്രങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഭാഗമാണ് അതിന്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അധികം പേരൊന്നും പരിചയമില്ല, കുറച്ച് വേറെ പരിചയമുള്ളതെന്നാലും പരിചയപ്പെടുത്താണ്. ഞാൻ ആയിഷക്കുട്ടി, വെള്ളാളൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട് ജനിച്ചത് വളരുന്നതൊക്കെ നടുവട്ടത്ത് ചെമ്പരാർപ്പ് എന്ന് പറയും. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗുരുനാഥൻ രാമേന്ദ്ര മാഷ് പണ്ട് 92-91 അതെ ഞങ്ങൾക്ക് സാക്ഷരതാ ഇൻസ്ട്രക്ടറായിട്ട് മാഷ് ഞങ്ങൾക്ക് പരിശീലനം തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മാഷ് കൂടെ തന്നെ പറയേണ്ടത് മറ്റൊരു പേരാണ് അബ്ദുൾ റസാഖ് മാഷ് വട്ടംകുളത്ത്. ഇപ്പോൾ കണ്ടിട്ടാണ് വരുന്നതാണ്. ചാൻസ് കിട്ടിയൊരു 10 മിനിറ്റ് കിട്ടിയ മാഷൊപ്പം ഇരുന്ന് പാട്ട് പാടി. പക്ഷെ നമ്മുടെ അവസ്ഥയിലില്ല. മാഷ് ഓർമ്മ ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം സങ്കടമൊക്കെ ഉണ്ടായി ആദ്യത്തെ വരെ വന്നപ്പോൾ. അതും രാമേന്ദ്ര മാഷ് കിട്ടിയപ്പോഴാണ് എനിക്ക് മാഷ് ഇത്ര അടുത്തിരുന്നിട്ടും ഞാനിതിലിങ്ങനെ പോയി റോട്ടിൽ കൂടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അടുത്ത് വെള്ളാളൂരിക്ക് ഇങ്ങനെ പോയി എന്നല്ലാതെ ഞാൻ മാഷെ കാണാനും ശ്രമിച്ചില്ല. ശരിക്കും പറയാനോ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും പറയണേ, പിന്നെ ഇവിടെ ചിത്രയുടെ പ്രദർശനം അതിമനോഹരമായിട്ടുണ്ട്. എനിക്ക് ചിത്രത്തെ കുറിച്ചൊന്നും അറിയില്ല. മോനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗോപി മാഷ് അവനെ കൊണ്ട് ചിത്രം വരപ്പിച്ചിരുന്നു. അവൻ്റെ ചെറിയൊരു വാസന കണ്ടിട്ട് അങ്ങനെ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചിത്രത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം ഇതുപോലെ ലാസ്റ്റ് കണ്ട ഒരു ചിത്ര പ്രദർശനം ഞങ്ങളുടെ കൃഷ്ണ മിസ് വയസ്സാകാലത്ത് പുതിയായിട്ട് പഠിക്കുന്നുണ്ട് കേരള കോളേജിൽ മലയാളം. അപ്പോൾ കൃഷ്ണ മിസ് കുറച്ച് ചിത്രങ്ങൾ ഇതുപോലെ പ്രദർശിപ്പിച്ചിരുന്നു അവിടെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരു ഹാളിൽ വെച്ചിട്ട്. മറന്നുപോയി ഹാളിൻ്റെ പേര്. അപ്പോൾ ഈ ചിത്രങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കുറേശ്ശെ. ഇപ്പോൾ അരവിന്ദ സാറ് അതിഗംഭീരമായിട്ടൊരു പ്രസംഗം നടത്തി. ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പറ്റി. സന്തോഷം, നന്ദി. രാമേന്ദ്ര മാഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം കൂടി ചേർത്ത് പറയാണ്. സാറ് അന്നത്തെ ആ ഊർജ്ജസ്വലതയോടെ എനിക്ക് വീണ്ടും സാറിൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നൊരു ഫീലാണ് മാഷോടെ വന്ന് നിന്നപ്പോഴേ എനിക്ക് വന്നത്. അതിൽ എത്ര നന്ദിയും സന്തോഷമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എത്രയെന്ന്. ഞങ്ങളുടെ അരവിന്ദ സാറൊക്കെ അടുത്താണ് പരിചയപ്പെട്ട് എന്തിനും പരിചയപ്പെടാൻ പറ്റി. നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് മാഷ് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ ചേച്ചി എന്താ പേര് ഉഷ ചേച്ചിയെ അങ്ങനെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇറങ്ങിയപ്പോൾ നമ്മൾ ഒന്നിച്ചായില്ലേ യാത്ര. അപ്പോൾ പിന്നെ എൻ്റെ മക്കളെ പഠിപ്പിച്ച ഒരു സാറാണ് ദിവാകര മാഷ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണ കവിയുടെ പേര് ഓർമ്മയില്ല. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കുക എന്തെനിക്കറിയില്ല. ആനന്ദവും വിശ്വാസവും പിന്നെയും പൊട്ടി വിടരും മുളകൾ പതിയൊന്നും ഓർമ്മയില്ല കേട്ടോ. മുളകളെ കണ്ടു മഞ്ഞിങ്ങു ചെറു ചകിരി നാളുകൾ കൊത്തുന്ന മഞ്ഞക്കിളികളെ കണ്ടുമെൻ മനസ്സിൻ മുറിപ്പാടുകൾ വേദന മറക്കുന്നു. എൻ്റെയും വേദന മറക്കുന്നു. കവി ഓർമ്മയില്ല, എന്നാലും ആ കവിക്ക് ആദരം. പിന്നെ എന്തൊക്കെ പറയാനറിയില്ല. ഓക്കെ, താങ്ക് യു. കേട്ടിരുന്നതിന് എല്ലാവരോടും സന്തോഷം. നമുക്ക് ഇനിയും കാണാം. കൂട്ടായ്മയിലൊക്കെ വലിയ കൊടുക്കണം. ഒന്നുണ്ട് ഈ പറഞ്ഞ പോലെ ചാടി പുറത്ത് വനിതാ ദിന ആശംസകൾ കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ചാടി പുറപ്പെടാൻ എനിക്കും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. എന്നാലും കൂടിയിട്ട് ഇപ്പോൾ കുറേശ്ശെ അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പെൺകുട്ടികൾക്കും നമ്മളൊന്നും ചെയ്യേണ്ട. ഇവിടെ വലിയ ഞാനതൊന്നും പറയാറില്ല കേട്ടാ. വലിയ മഹാന്മാരായിട്ടുള്ള കഴിവുള്ളവരെ അവിടെ ഇരിക്കണം. എന്നാലും എനിക്ക് തോന്നുന്നത് പറയാം, നമ്മുടെ കുട്ടികളെ പെൺകുട്ടികളെ അവരുടെ ചിറകരിയാതിരുന്നാൽ മതി. അവർ ചെയ്യട്ടെ. എനിക്കൊന്നും, ഞാൻ യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ മാഷും റസാഖ് മാഷും കൂടി വന്നിട്ടാണ് അന്ന് ആരോടൊക്കെ സമ്മതം പറഞ്ഞു. എൻ്റെ ഉപ്പയില്ലേ 85 ദിവസം പ്രായം എനിക്കുള്ളപ്പോൾ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിരിക്കുന്നത്. ജ്യേഷ്ഠന്മാർക്ക് വലിയ കാര്യം. ഞങ്ങളുടെ പിന്നെ കുറച്ച് കൂടുതലാണല്ലോ ഞങ്ങളെ കൂട്ടർക്ക് പുറത്തേക്ക് വിടൂല. അങ്ങനെ മാഷ് വന്നിട്ട് അടിയും കാലം പിടിച്ചിട്ടൊക്കെയാണ്
ഒന്ന് സാക്ഷരത പഠിപ്പിക്കാനുള്ള ലെവലിലേക്കെങ്കിലും എത്തിയത്. അത് പിന്നെ അടഞ്ഞു കടന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തീരുമാനത്തിൽ തന്നെ കുടുംബം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ എന്തായാലും എൻ്റെ പ്രയാസങ്ങളും ദാരിദ്ര്യം അതിനൊക്കെ നന്ദി പറയുകയാണ്. കാരണം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹം ജനിക്കണോ. മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂള് വെള്ളാളൂരിലെ 11 വർഷമായിട്ട് പ്രീ പ്രൈമറിയിൽ ടീച്ചറായിരുന്നു. അവിടുന്ന് തുല്യത പഠിക്കുന്നത്, അവിടുന്ന് ചാടി ഡിഗ്രിക്ക് പോകണത്. ഇനിയിപ്പോൾ ഒന്നും ആയിട്ടൊന്നുമില്ല, ഇംഗ്ലീഷൊക്കെ വളരെ മോശമാണ്, ഇനിയുണ്ട് എഴുതിയെടുക്കാൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ആവണം. എല്ലാവരോടും സന്തോഷം. എനിക്ക് ഒരുപാട് പേര് ശ്രമിക്കാണ്ട് കിട്ടിയ ചാൻസ് ഇനിയും ശ്രമിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ഞാൻ കുമാരനാണ്. എല്ലാവർക്കും ചിത്രയുടെ കുടുംബങ്ങളൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ട്. ചിത്രം എന്ന് പരിചയപ്പെടുത്തുക മാത്രമേ. ചിത്രന്മാരെ മാത്രമല്ല, ചിത്രയുടെ കയ്യിൽ പാട്ടാണ് ഞാൻ ആദ്യം കേട്ടത്. ചിത്രയ്ക്ക് പാടാൻ കഴിയും. ഇപ്പൊ അടുത്ത് വെച്ചിട്ട് ഞാൻ അച്ഛനെ പറ്റി പറയുമ്പോ കുട്ടി ഹാർമോണിസ്റ്റാണ്. അതൊന്നും നമ്മൾ അറിയണില്ല. നമ്മൾ വട്ടക്കുളം പഞ്ചായത്തിലുള്ള ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അവിടെയുള്ള കലാകാരന്മാരിലൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ചുമതല ആണ് ഞങ്ങൾക്ക് പ്രവർത്തകർക്കുള്ളത്. അങ്ങനെ കണ്ടെത്തിയ ഒരു കുട്ടിയാണ് ചിത്രം. ആ ചിത്രനെ ഇനിയും നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ ആസൂത്രണം ചെയ്യും. ഇത് മാത്രമല്ല, ചിത്രം ഇനിയും വീട്ടിലുണ്ട്. ഫ്രെയിം ചെയ്ത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ സ്കൂളിൽ ഒരു ചെറിയ പരിപാടി നടത്തി ചിത്രങ്ങൾ വെച്ചിട്ട്. അത് ഒരുപാട് ചിത്രങ്ങൾ ഇനിയും ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അത് ഫ്രെയിം ചെയ്തില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ഇനിയും പ്രദർശനത്തിൽ വെക്കണം. കാണണം, നമുക്ക് കാണാനുണ്ട്. ആ കുട്ടിയുടെ കഴിവ് നമ്മൾക്ക് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് രാമേന്ദ്രൻ പറഞ്ഞ പോലെ പുറത്ത് തന്നെ പറയണം. ഈ പഞ്ചായത്തും ഒതുങ്ങിയിട്ടുള്ളതല്ല, നമ്മൾ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ കാണേണ്ട കുട്ടി തന്നെയാണ്. ആ കുട്ടിയെ വരയ്ക്കട്ടെ. ആ വരയ്ക്കുന്നതോടൊപ്പം നമ്മളുണ്ടാകും. നന്ദി എല്ലാവർക്കും. ആധികാരികമായിട്ട് കുറച്ച് ചിത്രങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താതിട്ടാണ് വന്നത്. അത്രയേറെ ഈ ചിത്രങ്ങളുമായി ഞാൻ ബന്ധമുണ്ട്. ചിത്രങ്ങള് നോക്കിയിരിക്കുന്നത് എനിക്ക് പണ്ട് മുതലേ ഒരു ഇഷ്ടമുള്ള കാര്യം. കുറെ ചിത്രങ്ങൾ നോക്കി. ആ ചിത്രങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ആ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. ഒരു ക്യാമറ, ഒരു ഫോട്ടോഗ്രാഫർക്ക് അയാള് ആ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഫ്രെയിം ഫിക്സ് ചെയ്യാം. പക്ഷെ ചിത്രകാരന്റെ മനസ്സിലായിരിക്കും ആ ഫ്രെയിം. വരച്ചു തുടങ്ങി അവസാനിക്കുമ്പോഴാണ് അത് ഏത് ആംഗിളാണ് ആ ചിത്രം എന്താ. ഞാൻ അത് എപ്പോഴും അത്ഭുതപ്പെടുന്ന സാധനം. ചിത്രങ്ങളുടെ അർത്ഥങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. ഞാൻ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഒരു സാധനങ്ങളാണ് ഫ്രെയിമുകളെ കുറിച്ചിട്ട്. അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് ഈ താഴെയുള്ള ചിത്രകാരിയെ പുതുതായിട്ടാണ് പരിചയം. അനീഷിന്റെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. അനീഷിന്റെ വീട്ടിൽ ഇത്രയും വലിയ നിറക്കൂട്ടുകൾ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. എന്തായാലും പുറത്തേക്ക് ഒഴുക്കിവിടാൻ, ആ നിറക്കൂട്ടുകളെ ഈ പ്രകൃതിയിലേക്ക് ഒഴുക്കിവിടാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ അമ്പിളി കലാസമിതിയിൽ ഇപ്പൊ നമ്മുടെ UK വളരെയധികം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി ഇതൊന്ന് പുതുക്കി പണിയേണ്ട ആയിരുന്നു. നമ്മൾ പുതുക്കി പണിയുമ്പോൾ രാഷ്ട്രീയ ഒരു വാള് മുഴുവൻ വട്ടംകുളത്തെ ചിത്രകാരന്മാർക്ക് ആർട്ട് ഗാലറി പോലെ അവരുടെ ചിത്രങ്ങൾ സെയിൽ ചെയ്യാൻ ഉള്ളൊരു അവസരം അവർക്ക് നമുക്ക് കൊടുക്കുകയായിരുന്നു. നമുക്കൊരു പേരും വെക്കാം, അമ്പിളി ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു പേരും വെച്ച് നമ്മള് നെറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ചിത്രങ്ങൾ കൊടുത്തു വെക്കാനും അത് വിൽക്കാനും അത് ഉള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ പുതിയ ഇവരുടെ ഒരു സപ്പോർട്ടായി തീരുന്നു ഉള്ള കാര്യം കൂടെ പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അയൽവാസിയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് ചിത്ര. ഒരു 10-12 വർഷമായി ഞങ്ങൾ അവിടേക്ക് കല്യാണം കഴിച്ച് കൊടുക്കുന്നതാണ്. കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ അനീഷ് പറഞ്ഞിട്ടുണ്ട്, അവരച്ഛൻ നന്നായി ഹാർമോണിയം വായിക്കും, പാട്ട് പാടും, എഴുതും. പൊതുവെ ചിത്രയുടെ കുടുംബം കലാവാസനയായി ബന്ധപ്പെട്ടുള്ള ഒരു ഫാമിലിയാണ്. ആ ഒരു കഴിവ് ചിത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ചിത്ര ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായി ഒന്നുകൂടി നന്നായി ഈ മേഖലയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്നീ കാണുന്ന ചിത്രം ആസ്വദിക്കാൻ
ചിത്രയെക്കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഈ വനിതാ ദിനത്തിന് നമ്മുടെ നാട്ടിലെ ഇത്തരം കഴിവുകളുള്ള വനിതകളെ അവരുടെ വീടിന്റെ അകത്തളത്തിൽ നിന്ന് സമൂഹം അറിയുന്ന തരത്തിലേക്ക് കണ്ടെത്തി അവരുടെ ഏത് മേഖലയിലാണ് അവർക്ക് കഴിവ്, ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെയും ഇതുപോലുള്ള വായനശാലകളുടെയും കലാസമിതികളുടെയൊക്കെ തന്നെ ചുമതലയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ അമ്പിളി കലാസമിതി നിർവഹിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ അരവിന്ദൻ പറഞ്ഞു നമ്മുടെ ചിത്രങ്ങളോടുള്ള ആസ്വാദനം ഏത് തരത്തിലാവണം. ഞാനൊക്കെ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് മനസ്സിലാക്കിയുള്ളത് ചിത്രങ്ങളിലും കുറെ ആസ്വാദനം ഉണ്ട് എന്നുള്ളതാണ്. ഒരു കഥ എഴുതുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കഥയോട് ഇഷ്ടമുള്ള ഒരാൾക്ക് ചില ചിത്രങ്ങൾ കണ്ടാൽ അത് ചില കഥകളെ വായിച്ചെടുക്കാൻ കഴിയും. കവിത എഴുതുന്ന ഒരാൾക്ക് ചില ചിത്രങ്ങളെ കണ്ടാൽ അതൊന്നൊരു കവിത ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ചിലപ്പോൾ ചിത്രകാരി ഒരു കവിത കണ്ടിട്ടാവില്ല ചിലപ്പോൾ ചിത്രം വരച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ആസ്വാദകരുടെ മനസ്സിലേക്ക് വരുന്നതാണ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു വികാരമായാലും അവരുടെ കലാവാസനയായാലും. ചിലപ്പോൾ കവികൾക്ക് ആ ചിത്രത്തിൽ നിന്ന് ഒരു കവിത ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ ആ കലാകാരി ചിലപ്പോൾ ഒരു കവിത കണ്ടിട്ടായിരിക്കില്ല ചിത്രം വരച്ചത്. അപ്പൊ എല്ലാ ചിത്രങ്ങളിലും ഒരു കഥയോ ഒരു കവിതയോ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രയുടെ പല ചിത്രങ്ങളിലും നമുക്കൊന്ന് സൂക്ഷ്മതയോടുകൂടി നോക്കിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കലാവാസന ഉണ്ടെങ്കിൽ അത് തേട്ടി പുറത്തേക്ക് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനൊരു കലാകാരിയെ വളർത്തുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ അമ്പിളിയെ പോലുള്ള കലാസമിതികൾ ശ്രമിക്കണം. ഞങ്ങളുടെ നാട്ടിലും കലാസമിതി ഉണ്ട്. വളരെ ചുരുക്കിയുള്ള പരിപാടികളാണ് ഒരു ഗ്രാമത്തിൽ ഉള്ള ഒരു പ്രദേശത്തുള്ള ഒരു കലാസമിതി എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാര്യത്തിലും ഒരു ശ്രദ്ധ ആ മേഖലയിൽ ഉള്ള ആളുകൾ ഉണ്ടാവണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. എന്തായാലും ഈ വനിതാ ദിനത്തിൽ എല്ലാവർക്കും ആശംസകളും അതുപോലെ തന്നെ ചിത്രയുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും തരും. വേദിയിലും സദസ്സിലുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ട നമ്മുടെ കലാകാരി ചിത്ര ഇന്ന് ലോക വനിതാ ദിനത്തിൽ വട്ടക്കുളത്തെ അമ്പിളി കലാസമിതി തീർച്ചയായും ചിത്രയെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു ചിത്ര വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഒരു അനുമോദന സദസ്സും സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ കഴിവുള്ള, എന്നാൽ ആ കഴിവ് മുഴുവൻ പുറത്തേക്ക് എടുത്തിട്ടില്ലാത്ത ഒരു കലാകാരിയായിട്ടാണ്, ചിത്രകാരിയായിട്ടാണ് എനിക്ക് ചിത്രയെ അനുഭവപ്പെട്ടത്. ഇത്തരത്തിലുള്ള വേദികളാണ് ചിത്രയെ പോലെയുള്ള ചിത്രകാരികൾക്ക് പ്രചോദനമായി മാറേണ്ടത്. വളരെ അടുപ്പമുള്ള കുടുംബപരമായി സുഹൃത്ത് എന്നുള്ള രീതിയിൽ വളരെ അടുപ്പമുള്ള കുടുംബമാണ് ചിത്രയുടേത്. അനീഷായാലും ചിത്രയായാലും അവരുടെ കുട്ടികളായാലും ഒക്കെ നല്ല അടുപ്പമുള്ള വ്യക്തികളാണ്. ആ അർത്ഥത്തിൽ വളരെ മുമ്പ് തന്നെ ചിത്രയുടെ ഈ ചിത്രങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റേത് ഉൾപ്പെടെയുള്ള ഫോട്ടോ വരച്ചിട്ടുണ്ട്. എനിക്കും ഫോട്ടോ ഒക്കെ വരച്ച് ഒരിക്കൽ വീട്ടിൽ കൊണ്ട് വന്ന് തരുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിവിധ എനിക്ക് പിന്നെ അരവിന്ദനൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. എനിക്ക് നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ചിത്രങ്ങൾ കണ്ടാൽ അതിലെ കവിതയും അതിലെ കഥയും ഒന്നും ചിലപ്പോൾ മനസ്സിലായി വരില്ല. എന്നാൽ അത് മനസ്സിലാക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും ഒരു കലാകാരൻ, ഒരു കഥാകാരൻ, ഒരു കവിത, പിന്നെ കവി, അവരുടെ ഉള്ളിലൊക്കെ ഒരു ചിത്രകാരൻ, ചിത്രകാരി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുക, കഥയും കവിതയും ചിത്രവും ഒക്കെ
ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കഥാകാരന്, ഒരു കവിക്ക്, ഒരു ചിത്രകാരിക്ക് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായി തോന്നും. എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ചിത്രയ്ക്ക് ഈ മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പരിമിതമായ ചുറ്റുപാടുകൾക്കകത്ത് നിന്നുകൊണ്ട് മികച്ച രചനകൾ, മികച്ച സൃഷ്ടികൾ രചിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. കുറെ കൂടി നമ്മുടെ ഒരു സപ്പോർട്ടും പ്രചോദനവും അതോടൊപ്പമുള്ള എല്ലാവിധ പിന്തുണയും കിട്ടിയാൽ ഒരു മികച്ച ചിത്രകാരിയായിട്ട് ചിത്രയ്ക്ക് വളർന്നു വരാൻ സാധിക്കും. ഈ ലോക വനിതാ ദിനത്തിൽ തീർച്ചയായിട്ടും അമ്പിളി കലാസമിതി ചിത്രയെ ഫോക്കസ് ചെയ്ത് ലോകത്തെല്ലായിടത്തും ഇതുപോലെ വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് വനിതകളുണ്ട്. ആ വനിതകളൊക്കെ ആദരിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് വനിതാ മുന്നേറ്റങ്ങൾ നമ്മുടെ നാടിനകത്ത് നടന്നിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചുറ്റുപാടും ഒരു 50 കൊല്ലം മുമ്പുള്ള ലോക സാഹചര്യമല്ല ഇന്നുള്ളത്. വനിതകൾ എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയി. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പിന്തുണ എന്നോട് മാത്രം തന്നെയാണ് വനിതകൾ ഇത്രയേറെ മുന്നേറിയത്. വനിതകൾ പണ്ട് ഡോക്ടർമാര് അല്ലെങ്കിൽ എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് ചുരുങ്ങിയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് എല്ലാ മേഖലയിലും ബഹിരാകാശത്ത് വരെ വനിതകൾ പോകുന്നു, വിമാനം പറത്തുന്നു. അതുപോലെ എല്ലാ മേഖലയിലും, അതിൻ്റെ വിശദാംശങ്ങളിലും എല്ലാ മേഖലയിലും ഉണ്ട്. IPS പോലീസ് ഓഫീസർമാരുണ്ട്, അതുപോലെ കളക്ടർമാരുണ്ട്, അതുപോലെ തന്നെ മികച്ച എഴുത്തുകാരികളുണ്ട്, അതുപോലെ തന്നെ ചിത്രകാരന്മാരുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ വനിതാ ദിനത്തിൽ എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ നാട്ടിലെ, എൻ്റെ വാർഡിലെ ഒരു ചിത്രകാരിയായ ചിത്രയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് നമ്മുടെ കലാസമിതിയുടെ നമുക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. വനിതാ ദിനം, വനിതാ ദിനത്തെ കുറിച്ച് നമ്മുടെ ഉഷച്ചേച്ചിക്ക് നല്ല ധാരണ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം എത്ര വർഷമായി ഇത് വനിതാ ദിനം കൊണ്ടാടാൻ തുടങ്ങിയിട്ട്, ആരിൽ നിന്നാണ് ഇത് തുടങ്ങിയത് എന്നും അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമ്മുടെ ഉഷച്ചേച്ചിക്ക്. പക്ഷേ ഉഷച്ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട സങ്കടം എന്ന് പറഞ്ഞാൽ, കുറെ വർഷങ്ങളായിട്ട് ആ കസേരയിൽ ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഒരു കൊല്ലമായി ഞാനിവിടെ വന്നിരുന്നിട്ട് അടുത്ത കൊല്ലം എനിക്കൊരു അവസരം കിട്ടി. അതാണ് ഉഷച്ചേച്ചി നമ്മുടെ സ്ത്രീകളെ കുറിച്ചുള്ളത്. ഒരു വർഷം കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു അവസരം ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ വനിതാ ദിനത്തിന്റെ പ്രത്യേകത. ഇനി ഉഷച്ചേച്ചി ചെയ്യേണ്ടത്, ഞാൻ തളരുമ്പോഴും ഈ സ്ഥാനത്തേക്ക് മറ്റൊരു വനിതയെ കണ്ടെത്തുക എന്നുള്ള ഒരു പ്രധാന കടമ കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ വനിതാ ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉഷച്ചേച്ചിയോട് പറയാനുള്ളത്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ വട്ടക്കുളം പഞ്ചായത്തിൽ 16-ാം വാർഡ് കോർപ്പറേറ്റിലെ മെമ്പറാണ്. അതുമാത്രമല്ല, മഹിമ കലാസമിതി വായനശാലയുടെ നിലവിൽ ആ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ കൂടി മാത്രമല്ല, ഇന്ന് ഞാൻ ആ വായനശാലയുടെ സെക്രട്ടറി കൂടിയാണ്. ഈ വനിതാ ദിനത്തിൽ ഇന്ന് രാവിലെ മൊത്തം വായനശാലകളുടെ പൊന്നാനി താലൂക്ക് കൗൺസിലിന്റെ അണ്ടറിൽ BRCയിൽ വെച്ചിട്ട് ഒരു പരിപാടി നടന്നിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തു. രാവിലെ പങ്കെടുത്തു. 1 മണിക്കാണ് അത് അവസാനത്തിലുള്ള ദീപമാഷക്കത്തിൽ പങ്കെടുത്തത്. അപ്പൊ വനിതാ ദിനത്തെ കുറിച്ച് നമ്മളെ മഞ്ജുമേൻ പറഞ്ഞതും ആരും ട്രാക്ക് കൊടുക്കുന്നല്ല. ഈ നമ്മുടെ താത്ത പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ആരും ചിറകരിയാഞ്ഞാൽ മതി. സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിൽ കൂടി എന്തിനുമുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ സ്ത്രീയായും പുരുഷനുമായിട്ട് അതിനെ കാണരുത്.
എത്ര പുഷ്പിച്ച് നിൽക്കുമ്പോഴും റോസാപ്പൂവും വളരെ മനോഹരമായി വിടർന്ന് നിൽക്കുമ്പോഴും അതിന്റെ ഒരു സംരക്ഷണം എന്നുള്ള നിലയിൽ അത് പ്രകൃതി അതിന് നൽകിയിട്ടുള്ള ആ മുള്ളിനെ, അതില് കൂർത്ത മുള്ളുകളോട് നിൽക്കുന്ന ആ മുള്ള് അതിന് സ്വയം നൽകുന്ന ഒരു സംരക്ഷണമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ ഓരോ സ്ത്രീകളും തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് എത്ര സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും, സ്ത്രീയുടെ പേരുന്ന സ്ത്രീ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും നമ്മളൊരു സ്വയം ഒരു സംരക്ഷണം നമ്മൾ ഒരുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. എല്ലാവിധ സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസംഗം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യം പറയുള്ളൂ. ഇപ്പോ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് നമ്മള് കുടുംബശ്രീയെ കുറിച്ചിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം, എന്താണ് അവരുടെ ശക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ്. അപ്പൊ അവർക്കൊരു ഏത് സ്ത്രീകൾക്കും ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം നിൽക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും എന്നുള്ള ഒരു ശക്തിയെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം, ഒരു വഴിമരുന്ന് മാത്രമാണ് ഈ വനിതാ ദിനം. ഓരോ വനിതാ ദിനം നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയെ ഉൾക്കൊണ്ട് നമ്മൾ മാക്സിമം എല്ലാവരും നമ്മുടെ ഉഷ ചേച്ചിയും അപ്പുറത്തിരിക്കുന്ന മഞ്ജുമയോ എല്ലാവരും ഇതേപോലത്തെ ഇതിൽ പുരുഷന്മാർ സ്വന്തം സംഘടിക്കുന്ന ഒന്നായിട്ടല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. അവര് മാക്സിമം ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പിന്നെ ആ വിഷയം നമ്മൾ അവിടെ നിർത്തി. അടുത്ത ചിത്രങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചിത്രനെ എനിക്ക് നല്ല അടുത്ത് ബന്ധമുള്ള ഒരു കുട്ടിയായിട്ടാണ്. എൻ്റെ സുഹൃത്ത്, ഞാൻ പറഞ്ഞൊരു സുഹൃത്തിന്റെ ഭാര്യയാണ്. ഞാനിവിടെ പോകാറുണ്ട്, ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ളതാണ് ഉള്ളൊരു വ്യക്തിയാണ്. ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ ദിവാരമാഷോട് ഞാൻ പറഞ്ഞു, അവിടെ അത് കണ്ടപ്പോ എനിക്ക് അപ്പന്റെ മനസ്സിൽ വന്ന ചിത്രയുടെ ചിത്രങ്ങൾക്ക് ഞാനൊരു പേരിടുന്നുണ്ട് മാഷെ. എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഞാനത് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോകുമ്പോ ചിത്രയുടെ ചിത്രങ്ങൾക്ക് 7 വർണ്ണങ്ങൾ +1 എന്നുള്ളതാണ് ആ ചിത്ര ഒരു ഞാൻ കണ്ടെത്തിയുള്ള പേര് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു, അങ്ങനെ ഒരു പേരിട്ടാല് ആരെങ്കിലും എന്താണ് ആ 1 എന്ന് ചോദിച്ചാൽ ആ 1ന്റെ മഹത്വത്തെ കുറിച്ച് അല്ല, എന്താണ് ആ 1നെ കുറിച്ച് ഞാൻ പറയട്ടെ. അങ്ങനെ വന്നപ്പോ എനിക്ക് എന്റെ മനസ്സിൽ ഇതൊക്കെ ഞാൻ പറയുന്നല്ലോ. ഇപ്പൊ ഈ സെക്കൻഡ് നേരം കൊണ്ട് ഈ മാഷക്ക് അറിയാം, സെക്കൻഡ് നേരം കൊണ്ട് ഇപ്പൊ വന്നതാണ്. ഞാന് ചിത്രമായി ഞാൻ പറയുന്നത് വിഷമം വിചാരിക്കരുത്. ഞാനപ്പോ ഒരു പലതും കണ്ടെത്തിയപ്പോ യഥാർത്ഥത്തില് ഞാൻ 1 എന്നുള്ളതിന്റെ മഹത്വം എന്താണെന്ന് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ചിത്രയുടെ കണ്ണുനീര്, അല്ലെങ്കിൽ ചിത്രയുടെ ഉൾക്കരുത്ത്, അല്ലെങ്കിൽ ത്യാഗം, ആ പ്രയാസം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ 1നെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്ന. അതിന്റെ ഒരു ഫൈനൽ ഇത് എത്തിയിട്ടില്ല. കാരണം എനിക്ക് ചിത്രയെ കൃത്യമായിട്ട് അറിയാം. ചിത്ര വീട്ടിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാറുള്ളൂ, ഞാൻ വാടക പോകുന്നതാണ്. ചിത്ര എന്ന് പറയുന്നത് ഒരു കുടുംബത്തില് ഒരു 4-5 പെൺകുട്ടികളിൽ ഒരു അച്ഛനും അമ്മയും ഒരു കുടുംബത്തിൽ, ഒരു സമാധാന കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ചിത്ര. വളരെ അച്ചടക്കത്തോടും, ആരും പുകഴ്ത്തി പറയുന്നല്ല, എന്റെ അനുഭവം പറയാണ്, വളരെ അച്ചടക്കത്തോടും മര്യാദയോടും സ്നേഹത്തോടും എങ്ങനെ പെരുമാറണം എന്ന് ഒരു രക്ഷിതാക്കൾ അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തി. എന്തോ കാരണവശാൽ ഈ ക്ലബുമായിട്ടൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് നമ്മുടെ അനീഷിന്റെ കയ്യിലെത്തിപ്പെട്ടു. അനീഷും ഇപ്പൊ ഈ വനിതാ ദിനത്തില് സ്ത്രീകളെ ഒതുക്കി നിർത്തുക മാത്രമല്ല, ആ സ്ത്രീകളെയും വനിതാ ദിനത്തിൽ പറയാണ്, സ്ത്രീകളെയും അവരുടേതായിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ വെളിയിലേക്ക് ഇറക്കണം, അവന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അറിവിട്ടുള്ളൂ എന്നുള്ള ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് ഈ അനീഷ് വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളെ ബഹുമാനപ്പെട്ട അരവിന്ദ് ഇവിടെ പറയണ്ടായിട്ട് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിന് വരുന്ന ചെലവ്, അദ്ദേഹം പറഞ്ഞത് കണ്ണീരിന്റെ ഒരു പ്രയാസം പിടിച്ചിട്ടുള്ള ഒരു ആളാണ് ഈ ചിത്രത്തിന്റെ പിന്നിൽ നിന്നത്. ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ എത്ര രൂപ അതിന് ചെലവുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എത്ര ചിത്രങ്ങളാണ് ഇതിന് പുറമെ അവിടെ വീട്ടിൽ അട്ടി വെച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കൃത്യമായിട്ട് ചിത്രയ്ക്ക് ആ വരയ്ക്കുന്ന ചിത്രങ്ങൾ വയ്ക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടോ? അവിടെ പോയപ്പോ പോയപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അവരുടെ ഇതിനെ കുറിച്ച് പറയല്ല, ഒരു സത്യമാണ്. അത്രയും പ്രയാസപ്പെടുമ്പോ ഇത് മാത്രമല്ല, അവരുടെ വീട്ടിലും സ്വന്തം വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ നല്ല അച്ഛനും അമ്മൊക്കെ നല്ല കലാപരമായിട്ടും ഹാർമോണിയം വായിക്കുന്നതും ഒക്കെയുള്ള നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു വീട്ടിന് പരിമിതിക്കുള്ളിൽ നിന്നാണ് ചിത്രം ഇവിടെ എത്തിയിട്ടുള്ളത്. സത്യത്തില് എനിക്കൊക്കെ പ്രയാസം തോന്നാം. അങ്ങനെയുള്ള ഒരു ചിത്രനെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെ, അല്ലെങ്കിൽ അവര് വരച്ചുള്ള ചിത്രം
ഇപ്പൊ നമ്മളൊരു ഇത് പറയുന്നുണ്ട്, അവിടെ പുറത്തൊരാൾ വന്നിട്ട് ഒരു പാട്ട് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ അയാൾ പറയുമ്പോൾ അയാൾ മദ്യപാനിയാണ് അല്ലെങ്കിൽ അയാൾ കഞ്ചാവ് വലിച്ചിട്ടാണ് എന്നുള്ളത് ഇങ്ങനെ പറയും അങ്ങനെയുള്ളത് പറയും. നേരെ നല്ലൊരു കലാകാരന് നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ അവരുടെ മനസ്സിൽ അവരുടെ ചിത്രങ്ങളെയോ പാട്ടിനെയോ കഥയെയോ അവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു അവസരമാണ് അമ്പിളി കലാസമിതിയോട് ചെയ്തിട്ടുള്ള. അതിന് പ്രത്യേകം നന്ദി പറയണം. എല്ലാവരെങ്കിൽ അവരുടെ മനസ്സിൽ അവർ ഒരുക്കി കൂട്ടിയിട്ടുണ്ടായിരുന്ന ആ ചിത്രങ്ങളുടെ കലയുടെ കലവറ കൂട്ട് അത് പുറത്തേക്ക് കാണാതെ അവിടെ തന്നെ ഇന്ന് കുറെ പൊടി പിടിച്ചും പോകുമായിരുന്നു. മാത്രമല്ല അങ്ങനെ ഓരോ ചിത്രങ്ങളും നശിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ പൊടി പിടിക്കുമ്പോഴും അവര് സ്നേഹത്തോടെ അവര് അത്രയും കരുതലോടെ വരച്ചിട്ടുള്ള ആ ചിത്രങ്ങളുടെ ആ പൊടി പിടിക്കുമ്പോഴുള്ള ആ മനോവേദന അവര് ഓരോ നിമിഷവും അനുഭവിക്കുമായിരുന്നു. അതിനൊരു മോചനം കൊടുത്തിട്ടുണ്ട്. ആ ഒരു വലിയൊരു മോചനമാണ് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ചിത്ര വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ വെച്ചിരുന്ന ചിത്രങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പുറത്തെടുത്ത് ഇതേപോലെ ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. അത് മാത്രമല്ല ഇനിയും കൂടുതൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ അമ്പിളി കലാസമിതി സന്നദ്ധമാണ് എന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ചിത്രയോട് പറയുകയാണ് എല്ലാവിധ സന്തോഷകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മള് ചിത്രയെ ഒരു ചിത്ര പ്രദർശനത്തിന് വേണ്ടി ക്ഷണിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ബയോഡാറ്റ ആവശ്യം സത്യത്തിൽ അങ്ങനെ പരിചയപ്പെടുത്തൽ ഉണ്ടായില്ലോ. ബയോഡാറ്റ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ചിത്ര സ്വയം പരിചയപ്പെടുത്തൽ ഞാനത് വായിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ചിത്ര KP സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് തിരൂരിൽ നിന്ന് KGCE ഫൈൻ ആർട്സിൽ ഡിപ്ലോമയ്ക്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ്. പലയിടങ്ങളിലായി ചിത്ര പ്രദർശനം നടത്തി. ആനുകാലികങ്ങൾക്കും പല പുസ്തകങ്ങൾക്കും വരച്ചു കൊടുത്തതിനു പുറമെ ചിത്രകല പഠിച്ച സ്ഥാപനത്തിൽ തന്നെ അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് പോരാ, കുടുംബം കൂടി വേണം. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ചിത്ര, ഞാൻ ചിത്ര KP, തിരൂർ കൈമലശ്ശേരിയിലാണ് ജന്മസ്ഥലം. എൻ്റെ അച്ഛൻ KP ഉണ്ണി. വരയും സംഗീതവും അഭിനയവും നൃത്തവും എഴുത്തും എല്ലാം അറിയുന്ന ഒരു കൊച്ചു കലാകാരൻ. പിന്നെ ചിത്രം ഉണ്ടായത് അതിശയം. അമ്മ വിലാസിനി. ഞാൻ ഇവിടെ എടപ്പാൾ വട്ടംകുളത്ത് വിവാഹിതയായി. ഭർത്താവ് PV അനീഷ്. എൻ്റെ മക്കൾ ലെനിൻ, ലെവിൻ. ഭർത്തൃ വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി. സമഗ്രമായ സന്തുഷ്ടമായ ഒരു കുടുംബത്തിലാണ് ചിത്ര ജീവിക്കുന്നത്. എനിക്കൊരു അഭിപ്രായമുള്ളത്, ഞാൻ ചിത്രയുടെ കുറച്ച് ചിത്രങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് അല്ലേ ഒരു പെൻസിൽ സർവീസ് സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് സ്വന്തം കൃതിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചിത്രയിൽ മറുപടി തന്നു, പഠിക്കുന്ന കാലത്ത് വരച്ചതാണ്. എനിക്ക് തോന്നുന്നത് ഇനിയും ഇതിൽ എത്രയോ ചിത്രങ്ങൾ ചിത്രയുടെ വീട്ടിലുണ്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു. അപ്പോൾ എന്തായാലും നേരത്തെ ഫറൂഖൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കലാസമിതി വളരുമ്പോൾ അതിൽ ചിത്രകാരന്മാർക്ക് അർഹമായ സ്ഥാനം കൊടുക്കും. നല്ല ഒരു ഗാലറിക്കുള്ള സാധ്യത നമ്മൾ ഈ കലാസമിതിക്ക് അകത്തായാലും പുറത്തായാലും നമ്മുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. വട്ടംകുളത്തെ കലാകാരന്മാരെ വളർത്തുക എന്നത് നമ്മളുടെ ഒരു എന്താ പറയുക ജന്മ ഉദ്ദേശമാണ്. അപ്പം അതിന് ഒരു മുതൽക്കൂട്ടാണ് ഇന്ന് നടന്നത്. നമ്മുടെ സർഗദേശത്തിൻ്റെ വലിയൊരു ഏടാണ് ഇന്നിവിടെ പൂർത്തിയാവുന്നത്. അതിൽ സഹകരിച്ച കുറച്ച് അഡ്വാൻസായിട്ട് നന്ദി പറയുകയാണ്. ഇതൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സർഗദേശത്തിലെ നല്ലൊരു ഏട് ഇന്ന് തുന്നിച്ചേർക്കാൻ കഴിഞ്ഞു. ചിത്രയ്ക്ക് വായനശാലയുടെ പേര് കലാസമിതിയെ കുറിച്ച് അല്ലെങ്കിൽ വായനശാലയുടെ 2 പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. ഒന്ന്, വായനശാല ഒരു വലിയ പരിപാടി ഏറ്റെടുക്കുകയാണ്. പണ്ട് നമ്മൾ പറയാറില്ലേ, മല മുഹമ്മദ് മലയുടെ അടുത്തേക്ക് പോയില്ലെങ്കിൽ മല മുഹമ്മദിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ പോലെ വായനശാലയിലേക്ക് ആൾ വരാത്ത കാലത്ത് പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ഒരു വലിയ പരിപാടി ഇന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിൽ അത് നിർബന്ധമാണ്. ABC വായനശാലകൾ 100 വീടുകളിൽ പുസ്തകം എത്തിക്കാതെ അടുത്ത തവണ ഗ്രഡേഷന് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ മാർച്ച് 31 നമുക്ക് പ്രഖ്യാപിക്കണം 100 വീടുകളിൽ 100 വായനക്കാരെ വായനശാല കണ്ടെത്തി പുസ്തകങ്ങൾ എത്തിക്കും എന്ന് പറയുകയും അടുത്ത ഒരു കൊല്ലം അത് നടപ്പാക്കുകയും വേണം. അപ്പോൾ അത്തരൊരു പദ്ധതി നമ്മൾ തുടങ്ങാൻ പോവാണ്.
അതിനെല്ലാവരുടെയും സഹായം വേണം. തൊട്ടടുത്ത വീടുകളിലൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവരെ അറിയിക്കുക, പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കും. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനം മാർച്ച് 30 ഹരിത എന്താ പറയുക സമ്പൂർണമായി പ്രഖ്യാപിക്കാൻ പോവാണ്. അതിന്റെ ഭാഗമായി വായനശാലകളും പ്യൂർലി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതും ഈ പറഞ്ഞ 31 നമ്മൾ പരമാവധി അതിനെ വെജിറ്റബിൾസ് ഈ പച്ചപ്പ് നിറച്ചുകൊണ്ട്. അപ്പോൾ ഫാറൂഖിന്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ക്ലബ് കെട്ടിടം ഹരിതാഭമാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വായനശാലയും ഗ്രീൻ പ്രോട്ടോകോളിലേക്ക് നീങ്ങുകയാണ്. അതും ഈ മാർച്ച് 31 കേരള സംസ്ഥാനം മൊത്തം പ്രഖ്യാപിക്കുമ്പോൾ വേണം. അതിന്റെ പ്രവർത്തനങ്ങൾ അടുത്ത ഒരാഴ്ചക്കുള്ളിലൂടെ നടക്കുന്നുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. കലാസമിതിയുടെ 50ാം വാർഷികം അതിന്റെ ലാസ്റ്റ് സ്പാനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി 3 പരിപാടികളാണ് നടത്താനുള്ളത്. ഒന്നൊരു സിനിമയാണ്, മറ്റൊന്ന് ഡാൻസ് ആണ്, ഒന്ന് സമാപനത്തിന്റെ പരിപാടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മാർച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മാർച്ച് ഈ നോമ്പൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പങ്കാളിത്തത്തെ അല്ലെങ്കിൽ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളത് ഏപ്രിൽ ആദ്യത്തേക്ക് മാറ്റുകയാണ് സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടി. മെയ് ആദ്യം ഡാൻസും സമാപനവും ചേർത്തുകൊണ്ട് ഒരു 2 ദിവസത്തെ ആഘോഷമായി നടത്താനാണ് ഇന്നാള് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ ബോഡി വിളിച്ച് സ്വാഗതം വിളിച്ച് അനുമതി മേടിച്ച് അങ്ങനെ 2 ദിവസത്തെ പരിപാടികളോടുകൂടി അമ്പയുടെ 50ാം വാർഷികം ആഘോഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ തുടർ പരിപാടികൾക്കും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ചിത്രക്ക് കൂടി നന്ദി. ബഹുമാനപ്പെട്ട ഈ വനിതാദിന പരിപാടിയുടെ അധ്യക്ഷ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എടുത്തു പറയാൻ ഞാൻ വലിയ സന്തോഷത്തിലാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള യാതൊരു കഴിവും പ്രകടിപ്പിക്കാൻ കഴിയാതെ നടന്നു നീങ്ങുന്ന ഒരാളാണ് ഞാനൊരു വേദിയിലൊരു പാട്ട് ഇതുവരെ പാടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മറ്റ് ഡാൻസോ കലാപരമായ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. വളരെ ചെറുപ്പത്തിൽ ഒരു ഏകാംഗ നാടകത്തിലോ മറ്റോ പങ്കെടുത്തതായിട്ടുള്ള ഓർമ്മയാണ്. എന്നാൽ കലാസമിതിയുടെയൊക്കെ സജീവ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉണ്ണിയേട്ടൻ്റെയൊക്കെ കൂടെ വളരെ ചെറുപ്പകാലം തൊട്ടേ കൂടെ നടന്ന്